രണ്ട് പദങ്ങൾക്കിടയിലെ ഒരു വ്യത്യാസത്തെ ഒന്ന് സൂചിപ്പിക്കാമെന്നാണ് കരുതുന്നത്. ഒന്നിങ്ങനെ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. രണ്ട് ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ വിശ്വാസവും യേശുവിലുള്ള വിശ്വാസവും. ഞാൻ വിചാരിക്കുന്നു ഇപ്പോഴും നമ്മൾ കേൾക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ്. യേശുവിൽ ആർക്കാ വിശ്വാസമില്ലാത്തത്? ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, മൈനസ് ജീസസ് ഇങ്ങനെ ചരിത്രം എത്രമാത്രം ദരിദ്രമായി പോയേനെ. ഒരു തർക്കമില്ല. ഇപ്പൊ രണ്ടാമത്തെ ഒരു കുഞ്ഞു പദം കുറച്ചുകൂടി ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. അതിങ്ങനെ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റാണ്, യേശുവിൻ്റെ വിശ്വാസം. അടുത്ത ആഴ്ച ഇങ്ങനെ ഹോളി വീക്കൊക്കെയാണ്. യേശു കടന്നു പോകുന്ന ഈ കഷ്ടങ്ങള് യേശു അർപ്പിച്ച വിശ്വാസത്തെക്കാൾ കൂടുതൽ യേശു പാലിച്ച വിശ്വാസം കൊണ്ടാണ് അല്ലേ? ഒരാള് ദൈവത്തെ വിശ്വസിച്ചതുകൊണ്ട് അയാൾക്ക് എന്തിനാ ക്ലേശങ്ങൾ കടന്നു പോകുന്നത്? ഒരാവശ്യമില്ല. എന്നാൽ യേശു കടന്നു പോയത് യേശു പാലിച്ച വിശ്വാസത്തിന് വേണ്ടിയാണ്. അതെന്താണെന്ന് വെറുതെ ഒന്ന് ഓർമ്മിച്ചെടുത്താൽ നല്ലതായിരിക്കും. ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. ലൂക്കായുടെ സുവിശേഷത്തിലെ ഒരു വരി കിടപ്പുണ്ട്, ഞാൻ വീണ്ടും വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം ഉണ്ടായിരിക്കുമോ? പള്ളികളില്ലാതെ പോവുകയോ ആരാധനകൾ നിലയ്ക്കുകയോ എന്നുള്ളതൊന്നും ആയിരിക്കത്തില്ല എൻ്റെ അർത്ഥം. അവിടെങ്കിലും ആ വാക്കിന്റെ സൂചന എന്തായിരിക്കും? ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് ജീവിച്ചത്? എങ്ങനെ ഇത്രയും കുലീനമായിട്ട് ജീവിച്ചത്? എന്തിനാണ് അയാൾ അലഞ്ഞു കിടന്നത്? എന്തിനാണ് അയാൾ ഇങ്ങനെ ഓരങ്ങളിൽ ചെന്നത്? എന്തിനാണ് ഈ മനുഷ്യൻ ഒറ്റ മുറിവായിട്ട് നിലവിളിച്ച് കടന്നു പോയത്? എന്നിട്ടും ആ ചൈതന്യത്തിൽ ശരണപ്പെട്ടത് എന്തിനാണ്? ഇതിങ്ങനെ ഓരോ ദിവസവും ഈ തളിർപ്പുകൾ ഉണ്ടാകുന്ന വിചാരങ്ങളാണ്. വളരെ കൃത്യമായിട്ട് പറഞ്ഞെന്നാൽ ഈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. NRI ഇൻവെസ്റ്റ്മെന്റ് കണക്കൊക്കെയാണ്. നിങ്ങൾ ഒരിക്കൽ അധ്വാനിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് പിന്നീട് അതിന്റെ പലിശ കൊണ്ട് ജീവിക്കുകയാണ്. മറ്റേത് റെക്കറന്റ് ഡെപ്പോസിറ്റ് ആണ്. ഓരോ ദിവസവും ചലഞ്ച് ഉണ്ടാകും. ഓരോ ദിവസവും നിങ്ങൾക്ക് നികുതി കൊടുക്കേണ്ടതായിട്ട് വരും. ഓരോ ദിവസവും നിങ്ങൾക്ക് മൈക്കാട്ട് പണിയിൽ ഏർപ്പെടേണ്ടതായിട്ട് വരും. ഈ വ്യത്യാസം ഒന്ന് പിടുത്തം കിട്ടാനായിട്ട്, ഒരു ഇലസ്ട്രേറ്റ് ചെയ്യാനായിട്ട് അഭിവചിച്ച കുഞ്ഞു സംഭവം പറയാം. ഒരു ചെറുപ്പക്കാരൻ അല്ല, മനസ്സമ്മതം നാളെയാണ്. അങ്ങനെ രീതിയുണ്ട്, കാത്തലിക് രീതിയിൽ. പിന്നെ പള്ളി വെച്ച് വാക്ക് കൊടുക്കുക, ഇന്ന ദിവസം കല്യാണം കഴിക്കാം. അപ്പൊ അന്ന് രാത്രിയിൽ അവന്റെ കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞു, ഈ പള്ളി വെച്ച് വാക്ക് കൊടുക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് നല്ലതല്ലാത്തൊരു പൂർവ്വകാലം ഉണ്ടാകും. അവളിങ്ങനെ ചെറിയ പ്രായത്തിൽ ആരുടെ കൂടെയൊക്കെ പോയി പാർത്തിട്ടുണ്ട്. വീട്ടുകാർ നിർബന്ധിച്ചു കൊണ്ടുവന്നാണ്. കേട്ട മാത്രയിൽ അച്ഛനും അമ്മയും കുരിശു വരച്ചു. എന്നിട്ട് പറഞ്ഞു, എത്ര കൃത്യമായ സമയത്ത് ദൈവനെ ഓരോ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നു. അവൻ പറഞ്ഞു, ഇത് കൃത്യമായ സമയമല്ല, കാണിക്കുന്ന ദൈവമല്ല. എന്ന് വെച്ചാൽ നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ പള്ളി വെച്ച് അവർക്ക് വാക്ക് കൊടുക്കും. പിന്നെ തർക്കമായി. പാതിരയാകുമ്പോൾ, ലിറ്ററലി പാതിരയാകുമ്പോൾ ഈ അച്ഛനും അമ്മയും 2 കൂട്ടുകാരും ഇവനുമായിട്ട് ഇങ്ങനെ ആശ്രമത്തിന്റെ പാർലറിലിരിക്കുകയാണ്. ഒരു കാര്യങ്ങളൊക്കെ പറയുന്നു. പറഞ്ഞവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, അച്ഛൻ ദൈവമായിട്ട് ഓരോന്ന് നേരാൻ നേരത്ത് കാണിച്ചു തരുമ്പോൾ ഇതിന്റെ അഹങ്കാരം കണ്ടില്ലേ? എനിക്കതിനകത്ത് ഒരു തർക്കം തോന്നിയില്ല. അത് തന്നെ ആയിരിക്കും എൻ്റെ ശരി. ഞാൻ പറഞ്ഞു, ഇതിനകത്ത് എന്താണ് കുഴപ്പം? അപ്പം കുറച്ചു നേരം ഉണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഒരാൾക്കൊരു കൈപ്പിഴ പറ്റുന്നു, അത് തിരുത്താൻ തയ്യാറൊരു അവസരം കൊടുക്കുന്നു. ആ കളിയിൽ എന്നെ കൂട്ടുകളിക്കാരനാക്കുന്നു. ഞാൻ വേണ്ടാന്ന് നോക്കണം.
റിപ്പീറ്റ്. ഒരാൾക്കൊരു കൈപ്പിഴ പറ്റുന്നു, അത് തിരുത്താൻ തയ്യാറൊരു അവസരം കൊടുക്കുന്നു, ആ കളിയിൽ എന്നെ കൂട്ടുകളിക്കാരനാക്കുന്നു, ഞാൻ വേണ്ടാന്ന് നോക്കണം. ഞാൻ ഇങ്ങനെ കണ്ണ് പൂട്ടിയിട്ട് കണ്ണ് കവിഞ്ഞൊഴുകുമ്പോൾ തടയാൻ പറ്റുന്നില്ല. ഇത്ര അടുത്ത് നിന്നുകൊണ്ട് ഈ പൗലോസൊക്കെ പറയുന്നതാണ്, നമുക്ക് യേശുവിൻ്റെ ഗന്ധം കിട്ടിയാൽ. ഒരു വാക്കുണ്ട് പൗലോസിൻ്റെത്, നിങ്ങൾ യേശുവിൻ്റെ ഗന്ധമാണ്. ഓർഡർ ഫ്രാഗ്രൻസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ക്വാളിറ്റി വേർഡാണ്. യേശുവിൻ്റെ മണം എപ്പോഴും മണം കിട്ടുന്നത് വിയർക്കുമ്പോഴാണ്. വിയർക്കുമ്പോൾ വരുന്ന ഗന്ധമാണ്. ഇതിനകത്ത് അച്ഛനും അമ്മയും പറയുന്നതാണ് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, മകൻ പറയുന്നതാണ് എന്താ, ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. ഇപ്പൊ തന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് പോർഷൻ പറയുമ്പോൾ നിങ്ങളതിനകത്ത് കാര്യമായിട്ട് ഇൻവോൾവ് ആയിട്ടില്ല. മകന്റെ പോർഷൻ പറയുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ശ്രദ്ധ കിട്ടുന്നു. ചുരുക്കത്തില് ലോകത്തെ ഏകാഗ്രമാക്കാൻ പോകുന്നത് യേശുവിലുള്ള വിശ്വാസമല്ല, യേശുവിൻ്റെ വിശ്വാസം. ഞാനിത് റിട്രീറ്റിലൊക്കെ പറയുന്ന ഒരു സംഭവം. ഇതിനൊരു സെക്കൻഡ് ഹാഫ് ഉണ്ട്, ഇതിനേക്കാൾ ചലഞ്ചിങ്ങാണ്. കോവിഡ് സമയത്ത് മറ്റു പല കാരണം കൊണ്ട് ഞാൻ ഓൾറെഡി എങ്ങുമില്ലാതൊക്കെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലതുപോലെ ഒരാളെന്നെ തപ്പി പിടിക്കുന്നു, നമുക്ക് അത്രയും അന്വേഷിക്കേണ്ടതായിട്ട് അയാൾക്ക് വന്നു. അതിങ്ങനെ ദിവസമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ കഷ്ടാഴ്ചയുടെ മറ്റേ അടുത്ത തിങ്കളാഴ്ച, അവസാന തിങ്കളാഴ്ചയാണ്. അയാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ TV പ്രഭാഷണങ്ങളിലെല്ലാം. ഞാനും എൻ്റെ ഭാര്യയും 2 ദേശത്താണ് ഇങ്ങനെ പാർക്കുന്നത്. ഇത്തവണത്തെ അവധിക്ക് ഞങ്ങൾ ഒരുമിച്ച് വരാൻ വേണ്ടി തീരുമാനിച്ചു. വന്നന്ന് രാത്രിയിൽ തന്നെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ടാകും, അത് നിങ്ങളുടേതാണെന്ന് പറയേണ്ടതില്ലല്ലോ. അച്ഛാ, നിങ്ങൾ പറയുന്നത് ക്ലാസ് പരീക്ഷ അച്ഛാ, ഇതിൻ്റെ കൊല്ലപ്പരീക്ഷയാണ്. മനുഷ്യ ക്ലാസ് പരീക്ഷക്കൊക്കെ പഠിക്കേണ്ടത് കൊല്ലപ്പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ഓർത്തു, ഇങ്ങനെ തോക്കാൻ പാടില്ല. ഞാൻ അവളെ ചേർത്ത് പിടിച്ചു. ആദ്യത്തേത് ചെറിയ കാര്യമാണ്. രണ്ടാമത്തത് ഈ മൈലിലൊക്കെ ചവിട്ടുന്നതാണൊക്കെയാണ്, കുഴുവമ്പി ചവിട്ടുന്നതാണൊക്കെയാണ്. നിങ്ങൾ നിൽക്കുന്നിടം ചെതറിപ്പോകും. ഇയാൾ പറയുന്നതാണ് ഈ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. എങ്ങനെ ഈ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ ഗർഭിണിയായിട്ട് കാണപ്പെട്ടൊരു സ്ത്രീയെ ഒരു പുരുഷൻ സ്വീകരിക്കുന്ന വഴിയായിട്ടാണ്. മറ്റാരെങ്കിലും വിചാരിച്ചോ ലൈഫിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു വശത്ത് ഇത് കണക്കെല്ലാം ചലഞ്ച് ഉണ്ടാവുമെന്ന്? വൺ ടൈം സ്റ്റോറി ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. എളുപ്പമല്ല ഈ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തെ ഭംഗിയുള്ളതാക്കുന്നത്. ഈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റും ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റും കൂടി വരുന്നൊരു പാഠഭാഗം എന്ന് പറയുന്നത് യോഹന്നാൻ 7:37-38. യേശു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ വന്ന് കുടിക്കുക. ഈ കുടിക്കുക എന്ന് പറഞ്ഞൊരു പ്രക്രിയ, മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു പ്രക്രിയയാണ് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. അടുത്തവരെ എന്താണ്, വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ഉറവയുണ്ടാവും. ഏകദേശം ഒരു 100 പേരിനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാണ്. എല്ലാവരും എന്തെങ്കിലും ഒരു കാര്യത്തെ വിശ്വസിക്കുന്നുണ്ട്. പദങ്ങൾ കാര്യമായി വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. എന്തിലോ വിശ്വാസമുണ്ട്. കുറഞ്ഞ പക്ഷം നാളെയിലെങ്കിലും വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ പുലരിയിൽ വിശ്വാസമുണ്ട്, പ്രകൃതിയിൽ വിശ്വാസമുണ്ട്. എന്തെങ്കിലും ഒന്ന് വിശ്വസിക്കാതെ മനുഷ്യൻ മുമ്പോട്ട് പോകാൻ എളുപ്പമല്ലേ. ഈ ബിലീവ് വിശ്വസിക്കുന്നവർക്കൊക്കെ കുറെ കഴിയുമ്പോൾ ഉള്ളിൽ നിന്ന് ഉറവുണ്ടാവുന്നതാണ്. പക്ഷെന്നാൽ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 100ഓളം സ്ത്രീകളോടോ പുരുഷന്മാരോടല്ല, 100 പൊട്ടൻഷ്യൽ റിവേഴ്സാണ്. വെറുതെ ഇത്ര ഓർത്താൽ മതി, വേറെ പൊട്ടൻഷ്യൽ റിവർ. എനിക്ക് ഈ ഒരു സുവിശേഷ ഭാഗത്തോടുള്ളൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്, ഒരു 14 വർഷം മുമ്പ് ഞങ്ങളൊരു സ്നേഹിത കടന്നുപോയി.
അവരൊരു +2 അധ്യാപികയായിരുന്നു. ഇംഗ്ലീഷായിരുന്നു വിഷയം. അവരൊരു ഏപ്രിൽ മാസത്തിൽ ഇവിടെ റിട്രീറ്റ് സെന്ററിൽ റിട്രീറ്റിന് വന്നു. മെയ് 30 ദിവസമൊന്നും ഇങ്ങനെ മറക്കാൻ പറ്റത്തില്ല. വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ കോട്ടയത്ത് കാരിത്താസിൽ ഇങ്ങനെ ഡെങ്കിപ്പനിയായിട്ട് കിടക്കുക, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ അമ്മയ്ക്ക് ബൈസ്റ്റാൻഡായിട്ട് നിൽക്കാൻ പോവുകയാണ്, പ്രാർത്ഥിക്കണേ. രാത്രി അമ്മയുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കണില്ല. പിന്നെയും കുറെ കൂടി ചെല്ലുമ്പോൾ ഹസ്ബൻഡ് സാജു വിളിച്ചിട്ട് പറയുന്നു, അത് മാഗിക്കും ഇതേ പനി തന്നെ ഉണ്ട്. അപ്പൊ മാഗിയുടെ നില അമ്മയേക്കാൾ വഷളാണ്. പിറ്റേന്ന് ഉച്ചയ്ക്ക് മുമ്പേ അമ്മയ്ക്ക് മുമ്പേ മാഗി കടന്നുപോയി. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ ആരും പച്ചയായിട്ട് ഇറങ്ങിപ്പോയിട്ടില്ല. അപ്പോൾ അതരുന്ന ഒരു സംഘർഷമുണ്ട്. അതിനേക്കാൾ വിഷം പിടിച്ചൊരു കാര്യം കാത്തിരിപ്പുണ്ടായിരുന്നു. മാഗി മരിച്ച വാർത്ത അറിഞ്ഞ് 1 മിനിറ്റിനുള്ളിൽ എന്തോ കാരണം കൊണ്ട് മാഗി അവസാനമായിട്ട് അയച്ച സന്ദേശം ഫോണിലേക്ക് വരുന്നത് അപ്പോഴാണ്. അതിങ്ങനെയാണ്, ഞാൻ നദിയാണ്, സരസ്വതി, ഇനി കാണാതെ ഒഴുകിക്കോളാം. ആ ഏപ്രിലില് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത വിഷയം ഇതായിരുന്നു. മനുഷ്യർക്ക് നദിയാകാൻ പറ്റും. 1 മാസത്തിനുള്ളിൽ വളരെ വേഗത്തിൽ കടന്നു പോകേണ്ടി വരുന്ന ഒരു സ്ത്രീ ഒന്ന് തിരിഞ്ഞു നോക്കിയാണ്, എന്നിട്ട് ടൈപ്പ് ചെയ്യാണ്, ഞാൻ നദിയാണ്. സരസ്വതി എന്ന് പറയുന്നത് ഇങ്ങനെ കാണാതെ ഒഴുകുന്ന നദിയാണ്, ഇനി കാണാതെ ഒഴുകിക്കോളാം. ആ മെയ് 31 എനിക്ക് ആ കാര്യം ഒന്നുകൂടി അടിവരയിട്ട് പറഞ്ഞു തന്നു. ഈ ഗുരുക്കന്മാർ പറയുന്ന കാര്യങ്ങൾ സ്പിരിച്വൽ മെറ്റഫേഴ്സ് അല്ല, പിന്നെയോ ഏതൊരു മനുഷ്യന്റെയും, ശരാശരി മനുഷ്യന്റെ സാധ്യതയാണ്. ആ മെയ് 31 എനിക്ക് ഈ വചനത്തെ പ്രഷ്യസ് ആക്കിയത്. വിശ്വസിക്കുന്നവർക്ക് നദിയാകാൻ പറ്റും. കേരളത്തിൽ 44 നദിയുണ്ടെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 4 കിഴക്കോട്ട് പോകുന്നു, 40 പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്കറിയാവുന്ന നദികളുടെ പേരൊക്കെ ഇങ്ങനെ ഓർമ്മിച്ചെടുക്കുകയാണ്. 10-26 നദികളുടെ പേരെനിക്കറിയാം, ബാക്കി കണ്ടെത്താവുന്നേ ഉള്ളൂ. പക്ഷേ ഈ 26 നദികളുടെ പേര് ഓർക്കുന്നതിനേക്കാൾ മുമ്പേ ഞാൻ ആദ്യം ഓർക്കുന്ന പേര് മാഗി എന്നാണ്. മാഗി ഒരു നദിയുടെ പേരാണ്. മാഗി CMS-ഉമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവരുടെ സംഭാഷണങ്ങളിൽ എവിടെയോ ഈ കോളേജ് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ? പഠിക്കുകയോ ഗസ്റ്റ് ആയിരിക്കുകയോ എന്തോ ഉണ്ട്. ഞാനൊരു ആണ്ടർവിയുടെ ദിവസത്തിലെ ഈ താങ്ക്സ് ഗിവിംഗ് ദിവസത്തിൽ അതിനകത്തൊരു ഓഡിറ്റിംഗ് കൂടിയുണ്ട്. ആ ഓഡിറ്റിംഗ് എന്ന നിലയിൽ നിങ്ങളെ ഒന്ന് ചലഞ്ച് ചെയ്യുകയാണ്. വിൽ ഇറ്റ് ബി ഓൾസോ ദ നെയിം ഓഫ് എ റിവർ? ഒരു നദിയായിട്ട് നിങ്ങളിങ്ങനെ ഓർമ്മിക്കപ്പെടുകയോ ഇല്ല എന്നുള്ളതാണ്. ഒടുവിൽ പറഞ്ഞ വാക്കിനകത്ത് പോലും ഈ സുവിശേഷ സൂചന ഉണ്ടാകും. മരിച്ചവന്റെ നെഞ്ചിൽ നിന്ന് പിന്നെയും രക്തവും ജലവും ഒഴുകി. അങ്ങനെ അത് അവസാനിക്കുന്നു. ഉപയോഗിക്കുന്ന വാക്ക് ഗഷ്ഫോർട്ട് എന്നൊരു വാക്കാണ്. ഉറവക്കണ്ണി കുത്തി എന്നാ പറയുന്നത്. ചലം പൊട്ടി എന്നർത്ഥം വരുന്ന വാക്കല്ല. മരിച്ചവന്റെ നെഞ്ചിൽ നിന്ന് പിന്നെയും രക്തവും ജലവും ഒഴുകി. ഒത്തിരി അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് പിടുത്തങ്ങളുടെ ഒറ്റ കാര്യം മാത്രമാണ്, മരിച്ചിട്ടും അവന്റെ സ്നേഹപ്രവാഹങ്ങളുടെ സജീവത അവസാനിക്കുന്നില്ല. അത് ഇപ്പോഴും വലഞ്ചുറ്റി ഒഴുകുന്നുണ്ട്. മിഷണറിമാരുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിലൊക്കെയാണ് ഈ കലാലയമൊക്കെ രൂപപ്പെടുന്നത്. അവർ പറഞ്ഞുകൊണ്ടിരുന്ന ദൂത് എന്തായിരുന്നു?
കുട്ടി കുറച്ച് ധരിച്ചു കഴിയുമ്പോൾ ഒറ്റ കാര്യം മാത്രമായിരുന്നു അവർ പറയാനായിട്ട് ശ്രമിച്ചിരുന്നത്, യു ആർ ബീങ് പാഷനറ്റ്ലി ലൗഡ്, അൺകണ്ടീഷണലി ലൗഡ്. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മരിച്ചവന്റെ നെഞ്ചിൽ നിന്ന് പിന്നെയും രക്തവും ചെലവൊഴുകി. നിങ്ങൾ എന്തുമാത്രം പരിക്കേറ്റൊരു മനുഷ്യനാണോ അത്രയും നിങ്ങൾക്കതിൻ്റെ പ്രസക്തി പിടുത്തം കിട്ടും. ഈ മുഴുവൻ സ്റ്റേറ്റ്മെന്റിനകത്തും ഈ പറഞ്ഞ ആളുടെ സാന്നിധ്യമുണ്ട്. നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ആവാന്നാണ് കരുതുന്നത്, ഈ സ്വയം നദിയാണോ ഇല്ലെന്ന് കണ്ടെത്താനായിട്ട്. ഒന്നിങ്ങനെ നിങ്ങൾ ഈർപ്പോട് മനുഷ്യനാണോ ഇല്ല എന്നുള്ളതാണ്. ആർ യു എ ട്രെൻച്ച്ഡ് പേഴ്സൺ, കുതിർന്ന മനുഷ്യനാണ്. ബേസിക്കലി ഈ സ്പിരിച്വൽ ആകുക എന്ന് പറഞ്ഞ അർത്ഥം കമ്പാഷനേറ്റ് ആവാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. വേറെ എന്താ അതിന്റെ അർത്ഥം? ഈ ദേശത്തെ ഏക ഗുരു എന്ന് പോലും എനിക്ക് വിളിക്കേണ്ടി വരുന്ന നാരായണ ഗുരുദേവനെടുക്കുക. ഒടുവിൽ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന 3 വാക്കുകളാണ് അരുള്, അൻപ്, അനുകമ്പ. എല്ലാ ഗുരുക്കന്മാരുടെയും അടിയിൽ എവിടെങ്കിലും ഈ 3 വാക്കുകൾ കിടക്കണം: അരുള്, അൻപ്, അനുകമ്പ. ഒന്നത് തന്നെ. നിങ്ങൾ കമ്പാഷനറ്റ് പേഴ്സൺ ആണ്. ഈ കമ്പാഷൻ എങ്ങനെ ഉണ്ടാകുന്നത്? കമ്പാഷൻ ഉണ്ടാകുന്നത് the day you realize all of us are suffering. അല്ലേ? ഇതൊരു പൊതുവിദ്യാലയത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കോളേജാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? കാര്യമായിട്ട് ഇങ്ങനെ സ്കൂട്ടിനി ഒന്നും ഇല്ലാതെയും എല്ലാ സമൂഹങ്ങൾക്ക് വേണ്ടി പണ്ട് തൊട്ടേ തുറന്നിട്ടിരുന്ന ഒരു വിദ്യാലയമാണ്. ചുരുക്കത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകനും കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയും ഒരേപോലെ സഫർ ചെയ്യുന്നുണ്ട്. ടീച്ചർ ഈ ആരംഭത്തിൽ പറഞ്ഞൊരു കാര്യമൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മളിൽ എത്ര പേരിങ്ങനെ ജോലിക്കൊക്കെ വേണ്ടി വിഷമിച്ചിട്ടുണ്ടാവും. അത് തന്നെ കുട്ടികളുടെയും വിഷമമല്ലേ? അവർ പഠിക്കേണ്ട വിഷയം ഏതെങ്കിലും തരത്തിൽ അവർക്ക് നാളെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് സഹായിക്കുമോ? ആങ്സൈറ്റിയുടെ പീരീഡ് മാറുന്നത് മാത്രമേ ഉള്ളൂ. ഒരേ ആങ്സൈറ്റി തന്നെ. ഇത് പിടുത്തം കിട്ടുന്ന ദിവസം ഈ കമ്പാഷൻ ഉണ്ടാവുന്നു. കോസ് സഫറിങ് ആണ് ഈ കമ്പാഷൻ. ഒന്നത് തന്നെയാണ്. നിങ്ങളൊരു കുതിർന്ന മനുഷ്യനാണ്. വിശ്വസിക്കുന്നവർക്ക് കുതിർന്നവരായിട്ട് ജീവിക്കാൻ പറ്റുന്ന പറയുന്നത്. എങ്ങനെ ഇന്ത്യ ഉണ്ടായത്? ഇന്ത്യക്ക് ഒരു സാമ്യമില്ലാത്ത കുറെ മനുഷ്യർ. ഉദാഹരണത്തിനായിട്ട് നിങ്ങൾ പാലക്കാട്ടുനിന്ന് സൈക്കിൾ ചവിട്ടി ഇങ്ങനെ തമിഴ്നാടിൻ്റെ അതിർത്തിയിലോട്ട് കോയമ്പത്തൂരിലോട്ട് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടും. അവിടെ മനുഷ്യർ സൈക്കിൾ ചവിട്ടുന്ന രീതിക്ക് പോലും വ്യത്യാസമുണ്ട്. ഇവിടെ ഇങ്ങനെ ചവിട്ടുന്ന മനുഷ്യർ അവിടെ ഇങ്ങനെ ചവിട്ടുന്നു. ഭാഷ പൊട്ട. അത്രയും വൈവിധ്യങ്ങളുള്ള ഒരു ഉപഭൂഖണ്ഡം എങ്ങനെ ഇന്ത്യ ആയത്? ഒരു ദിവസം ഈ പല ഭാഷ പല രീതിയിലുള്ള മനുഷ്യർക്ക് ഒരു കാര്യം പിടുത്തം കിട്ടി, നമ്മളൊക്കെ ഒരേ നുഖത്തിന്റെ കീഴിൽ സഫർ ചെയ്യാണ്. അങ്ങനെ ഇന്ത്യ ഉണ്ടായത്. അത് പറഞ്ഞു കൊടുത്ത മനുഷ്യന്റെ പേരാണ് ബാപ്പുജി. അതിനുവേണ്ടിയൊക്കെയാണ് ഈ പുള്ളി ഹിന്ദിയൊക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. പൊതുഭാഷ ഉണ്ടെങ്കിൽ പൊതുവായ വികാരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ ആ മനുഷ്യൻ വിചാരിച്ചു. അപ്പം ഒന്നിങ്ങനെയാണോ? നിങ്ങളൊരു കുതിർന്ന മനുഷ്യനാണോ? കമ്പാഷനേറ്റ് പേഴ്സൺ. അൾട്ടിമേറ്റ് ആയിട്ട് ഈ ബുദ്ധ പാരമ്പര്യങ്ങളിലൊക്കെ വന്നിട്ടുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. പണ്ടൊരു ബുദ്ധാശ്രമത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഗുരു നിങ്ങളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്: നീ നിന്റെ ചെരുപ്പ് ഈ കവാടത്തിൽ എവിടെയായിട്ടത്? സ്വാഭാവികമായിട്ട് നമ്മൾ ഓർക്കണമെന്നില്ല. ഇപ്പൊ ഗുരു പറയും, ഇട്ട ചെരുപ്പ് എവിടെയാണെന്ന് പോലും മൈൻഡ്ഫുൾ അല്ലാത്ത നീ എന്തിനാണ് വരുന്നത് എന്ന് പറഞ്ഞ് അവന്റെ ശിരസ് കുനിച്ചവനെ പുറത്തേക്ക് വിടും. അതിന്റെ ഫിൽറ്ററിങ് അങ്ങനെയാണ്.
അതെവിടെയാണ് കിടക്കുന്നു പറയുമ്പോഴാണ് അതിലോട്ട് എൻട്രി ഉള്ളത്. ഇപ്പം അവരത് ചോദിക്കത്തില്ലെന്നാണ് പറയുന്നത്. പകരം നിങ്ങൾ പുറത്തേക്ക് ചെല്ലുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ ഊരിയിട്ട ചെരുപ്പ് അവരിങ്ങനെ തിരിച്ചിട്ടുണ്ടാവും. എന്നുവെച്ചെന്നാൽ നിങ്ങൾക്ക് കുനിഞ്ഞതിന് നിങ്ങളുടെ വശത്തേക്ക് തിരിക്കേണ്ട ബാധ്യത പോലുമില്ല. ക്ലിയർ അല്ലേ? ഇങ്ങനെ ഇട്ടിരിക്കുന്ന ചെരുപ്പ് ഇങ്ങനെ ഇടും. അൾട്ടിമേറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് കമ്പാഷനാണ്. അതെന്തുമാത്രം ക്യാരി ചെയ്യുന്നുള്ളത് തന്നെയാണ് ഒന്നാം പാഠം. ഒരു കമ്പാഷനേറ്റ് ടീച്ചർ, കമ്പാഷനേറ്റ് മാസ്റ്റർ, കമ്പാഷനേറ്റ് പാരന്റ്. അല്ലാതെ എങ്ങനെ ലോകം മുമ്പോട്ട് പോവുക? പോന്നതാണ്. രണ്ട്, നിങ്ങളിങ്ങനെ ഇപ്പോൾ ഒഴുകുന്നുണ്ടോ? ആർ യു സ്റ്റക്ക് പേഴ്സൺ? ജീവിതം ഇങ്ങനെ ഓരോ സെക്കൻഡും നവീകരിക്കേണ്ടതാണ്. നദികളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറില്ലേ, നിങ്ങൾക്കൊരു നദിയിൽ 2 പ്രാവശ്യം കുളിക്കാൻ പറ്റത്തില്ല, ശരിയല്ലേ? ഹെറാക്ലിറ്റസ് എന്ന് പറയുന്ന ഒരു ഫിലോസഫർ സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ വളരെയേറെ യൂസ്ഡ് ആണ്. ഒരു പുഴയിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യം കുളിക്കാൻ പറ്റത്തില്ല, ശരിയാണ്. ഒന്ന് മുങ്ങി സോപ്പ് തേക്കാനായിട്ട് കടവിലോട്ട് കയറി സോപ്പ് തേച്ച് തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ കുളിച്ച പുഴ ഓൾറെഡി ഒഴുകി പോയിട്ടുണ്ടാകും. ഈ പുതുക്കുക എന്ന് പറയുന്ന സംഭവം ഉണ്ട്. നിങ്ങളിങ്ങനെ പുതുക്കണ മനുഷ്യനാണോ, നവീകരിക്കുന്ന മനുഷ്യനാണെന്നുള്ള രണ്ടാമത്തത്? അതോ ഇങ്ങനെ സ്റ്റക്കായി പോയോ? മനുഷ്യർക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ സ്റ്റക്കാകാൻ പറ്റും കേട്ടോ. നെരുതയുടെ കവിതക്കകത്തൊക്കെ പറയുന്നത് കണക്ക് ലോകത്തെ ഏറ്റവും വിഷാദഭരിതമായ കാഴ്ച ഒരു മഴയിൽ നിലച്ചുപോയ തീവണ്ടിയാണെന്നാണ് പറയുന്നത്. കാരണം കുതിച്ചു മാത്രമേ നമ്മളതിനെ കണ്ടിട്ടുള്ളൂ. എന്നിട്ടോ ഈ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ ഇങ്ങനെ കുതിർന്ന് കിടക്കുകയാണ്, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഏറ്റവും ദുഃഖഭരിതമായ വരികളെന്നാണ് ആ കവിതയുടെ പേര്. ഇങ്ങനെ നിലച്ചു പോകുന്നു മനുഷ്യൻ. എവിടെങ്കിലുമൊക്കെ വെച്ച് ചില ട്രിഗർ ഫാക്ടേഴ്സ് ഉണ്ടാവാം. അതിനുശേഷവും ജീവിതം അതിൻ്റെ പ്രവാഹത്തെ വീണ്ടെടുത്തേ പറ്റും. ഏറ്റവും നല്ല ടീച്ചർ, ഏറ്റവും നല്ല ആനിമേറ്റർ എന്ന് പറയുന്നത് ഈ നിലച്ചു പോകുന്ന മനുഷ്യരെ മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന ആളെന്നാണ്. ഒരു 30 കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ എത്തിയിരിക്കുന്ന ഒരു കാലത്തിന്റെ പ്രത്യേകത കൊണ്ട് വലിയ പെസിമിസം അവർക്കുണ്ട്. ഒന്നും ശരിയാവത്തില്ല, എങ്ങും എത്താൻ പോകുന്നില്ല. ഇങ്ങനെ ലീനിയൻസ് ആണ്, ഈ നിലക്കാനുള്ള സാധ്യത ആരംഭിച്ചു. ഇവരിങ്ങനെ മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്ന ഏറ്റവും നല്ല ആനിമേഷൻ. ആനിമേറ്റേഴ്സ് ആണല്ലോ ബേസിക്കലി ടീച്ചർ എന്ന് പറയുന്നത്, മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുക. പഴയ നിയമത്തിലൊരു സംഭവമൊക്കെ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കണം. ഒരു നഗരത്തിന് തീ പിടിച്ചു. ഒരു കുടുംബത്തോട് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. രക്ഷപ്പെടുമ്പോൾ കൊടുക്കുന്ന നിർദ്ദേശം ഇതാണ്: തിരിഞ്ഞു നോക്കാൻ പാടില്ല. അയാളത് പാലിക്കുന്നുണ്ട്. ലോത്ത, അയാളുടെ ഭാര്യ അയാളെക്കാൾ കൂടുതൽ ഓർമ്മകളിൽ ജീവിക്കുന്ന സ്ത്രീയാണ്. അവർ ഡിഫോൾട്ട് സിസ്റ്റമാണ്. പുരുഷനേക്കാൾ കൂടുതൽ മെമ്മറി ഉള്ള സ്ത്രീക്കാണ്. അതുകൊണ്ട് അവൾക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാൻ പറ്റത്തില്ല. അവള് തിരിഞ്ഞു നോക്കി. അടുത്ത വരി എന്താണ്? അവള് ഉപ്പുതൂണായിപ്പോയി. എന്താ ജീവിതം എന്ന് പറയുന്നത്? ചെറുതും വലുതുമായിട്ടുള്ള സ്വപ്നപുരികൾ കത്തിപ്പോവാന്നുള്ളതാണ്. അതെന്താ? എന്നിട്ടോ ഓരോ നഗരം കത്തിപ്പോകുമ്പോഴും സ്വന്തം മനസ്സിനോട് പറയണം, തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കിയവരൊക്കെ ഇങ്ങനെ ഉപ്പുതൂണായിട്ടുണ്ട്. ഒരു ബ്രേക്കപ്പ്, ഒരു ഡൈവോഴ്സ്, ഒരു അപമാനം, മനുഷ്യൻ നിലച്ചു പോവുകയാണ്. ഒരു മരണം, ഒരു തെറ്റിദ്ധാരണ, 100 പേർക്ക് 100 കാരണങ്ങളാണ്. പക്ഷേ ഇത് ഇഫക്റ്റ് ഒന്ന് തന്നെയാണ്. ചെറുതും വലുതുമായിട്ട് ഇങ്ങനെ നിലച്ചു പോവുക. അപ്പൊ രണ്ടതാണ് ഇങ്ങനെ ജീവിതം മുമ്പോട്ട് പോയേ പറ്റും. മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുക. ഒന്നാമതായിട്ട്
നിങ്ങളിങ്ങനെ എല്ലാത്തിനെയും കുലീനമായിട്ട് സ്വീകരിക്കും, വലിയ അക്സെപ്റ്റ് ലൈഫ്. നദികളെ കുറിച്ച് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇങ്ങനെ അതെല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ഈ ഗംഗാരതിയൊക്കെ കണ്ടിട്ടുണ്ട്, കുംഭമേളയ്ക്കൊക്കെ ഒരു 2 പ്രാവശ്യങ്ങളും പോയിട്ടുണ്ട്. നദികൾ ഈ വർഷിപ്പായിട്ട് മാറുന്ന ഒരിടമാണത്. അവിടേക്ക് ഇങ്ങനെ പൂക്കള്, ഈ ചരാതുകളൊക്കെ ഒഴുക്കി വിടുന്നു. പക്ഷെ ഇതേ പുഴയിലേക്ക് തന്നെ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, ചില പാതി ബന്ധു തീർന്ന ഒരു മൃതശരീരവും ആരോ ഒഴുക്കി വിടുന്നു. ഇവിടെ എല്ലാത്തിനെയും സ്വീകരിക്കുന്നു. അപ്പൊ 3-ാം പാഠം ഇത്രയേ ഉള്ളൂ. ജീവിതത്തിന്റെ ഓരോ തിരിവുകളിൽ നിങ്ങളിലേക്ക് വരുന്ന അവിചാരിത അനുഭവങ്ങളെ നിങ്ങൾ എത്ര കുലീനമായിട്ട് സ്വീകരിക്കുന്നുണ്ട്? അക്സെപ്റ്റ്. വലിയ വേദപുസ്തകം, ആ വലിയ വേദപുസ്തകത്തിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്ക് തപ്പിയെടുക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന ഒറ്റ വാക്കാണ് ലൂക്ക 10:8. ലൂക്ക 10:8, നിങ്ങൾ ഏത് ഇടത്തിൽ പോയാലും ആ ഇടത്തിൽ വിളമ്പുന്നതിനെ ഭക്ഷിക്കുക, വിളമ്പിക്കിട്ടതിനെ ഭക്ഷിക്കുക. മിഷണറിമാരൊക്കെ വളരെ ഗൗരവമായിട്ട് എടുത്തുള്ള അല്ലേ, കുറച്ച് അതൊക്കെ നിങ്ങൾ അല്ലേ, ഈ ഒരു വശത്തെങ്കിൽ ഇരിക്കണതൊക്കെ അങ്ങനെയുള്ള മനുഷ്യരാണ്. അവരാദ്യം ചെയ്തത് ആ ദേശത്തിന്റെ ഭക്ഷണ രീതിയെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. വെണ്ണയൊക്കെ, ചീസും വെണ്ണയൊക്കെ പ്രധാനപ്പെട്ടൊരു ഭക്ഷണ രീതിയായിട്ടിരിക്കുന്ന നാട്ടിൽ നിന്ന് വന്നിട്ട് അവർ ഈ കപ്പ കഴിക്കുമ്പോൾ അവർ കപ്പയ്ക്ക് വെണ്ണക്കപ്പ എന്ന് പേരിട്ടു. ഇവിടെ ഇപ്പോഴും വെണ്ണക്കപ്പയുണ്ട്. എത്ര ഓടിച്ചാലാണ് ഈ വെണ്ണയും കപ്പയും തമ്മിൽ കൂട്ടുമുട്ടാൻ പോകുന്നത്? ഒരു കൾച്ചറൽ ഫ്യൂഷനാണ്. ദേശത്തിന്റെ ഭക്ഷണത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞതിന് എൻ്റെ കൾച്ചറിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവരൊക്കെ ഇത് അക്ഷരാർത്ഥം ചെയ്തവരാണ്. അതിന്റെ ഒരു സ്പിരിച്വൽ ടേക്ക് അവേ എന്ന് പറയുന്നത് അക്സെപ്റ്റ് ലൈഫ്. ജീവിതം ഒരു ബാങ്കറ്റ് ടേബിളാണ്. അതിലെന്തൊക്കെയാണോ വിളമ്പി കിട്ടുന്നത് അതിനെയൊക്കെ കുറച്ചുകൂടി സമചിത്തയോട് സ്വീകരിക്കാൻ പറ്റുള്ളൂ, കുലീനമായിട്ട് സ്വീകരിക്കാൻ പറ്റും. അതാണ് 3-ാമത്തെ അന്വേഷണം. ഞാൻ എൻ്റെ ഒരു രീതിയും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ബേസിക്കലി ഞാൻ സുവിശേഷം പറയുന്ന ഒരാളാണ്. ഒരു 10-30 വർഷമായിട്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ നിന്നുകൊണ്ട് ഈ സുവിശേഷം പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ സുവിശേഷ സംഭാഷണങ്ങളിൽ തീരെ പറയാത്തൊരു വാക്കെന്ന് പറയുന്ന അത്ഭുതം എന്ന് പറഞ്ഞൊരു വാക്കാണ്, മിറക്കിൾ. ഞാൻ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയുന്നില്ല. എനിക്ക് അത്ഭുതങ്ങളിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഇപ്പൊ പോലും ഞാൻ അത്ഭുതത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് ബോധപൂർവ്വം ഒഴിവാക്കി. എന്തുകൊണ്ടാണ്? എനിക്കെൻ്റെ ചെറിയ പ്രായം, ഒരു 27 വയസ്സ് തൊട്ട് ഈ പറഞ്ഞൊരു 58 വയസ്സ് വരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കേൾവിക്കാര് കുറച്ചുകൂടി ഇങ്ങനെ ഒരു ഫിൽറ്ററിംഗ് ഉള്ള കേൾവിക്കാരാണ്. ഇതുപോലെ അവരോട് ഈ ഓൾട്ടർനേറ്റീവ്സ് ആർ പോസിബിൾ എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനമാണ് ജീവിതത്തെ സ്വീകരിക്കാനുള്ള പ്രേരണ കൊടുക്കാന്നൊരു തോന്നല് എൻ്റെ ഇളംബോധത്തിലുണ്ടായി. അക്സെപ്റ്റ് ലൈഫ്. 199 കാര്യങ്ങൾക്കകത്തും ഓൾട്ടർനേറ്റീവ്സ് ഇല്ല. കാരണം നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മനുഷ്യരായിട്ട് ബന്ധപ്പെട്ടാണ്. മനുഷ്യർക്ക് എന്തെങ്കിലും റാഡിക്കൽ ചേഞ്ച് ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എനിക്ക് ഇത്തിരി മനഃശാസ്ത്രം പഠിക്കാനായിട്ട്, വായിച്ചെടുക്കാനായിട്ട് ലേമന നിലയിൽ വായിച്ചെടുക്കാൻ ശ്രമിച്ച കാലത്ത് പിടുത്തം കിട്ടിയൊരു കാര്യം, ഇങ്ങനെ ഒരു ഹൈസ്കൂളിലുള്ള നിങ്ങൾ തന്നെയാണ് 50 വയസ്സിലെയും 60-ാം വയസ്സിലെയും നിങ്ങളെ. അതുകൊണ്ടാണ് ഈ സ്കൂൾ മീറ്റിനൊക്കെ തിരിച്ചു വരുമ്പോൾ ഇത്ര എക്സൈറ്റഡ് ആവുന്നത്. ഒന്നും മാറിയിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് HOD ഒക്കെ ആയിരിക്കാം. അതിനകത്ത് കഥയൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് പ്രോഗ്രസ് ചെയ്തിട്ടില്ല നിങ്ങളുടെ ഇമോഷൻസ്. പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അതിന്റെ എന്താണ്, വോളിയം വർദ്ധിക്കുകയോ കുറയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനർത്ഥം ഒരു ടീനേജർ കൂടി നമ്മൾ വയേർഡായി. നമ്മളെല്ലാം അഭിമുഖീകരിക്കുന്ന മുതിർന്നവരെയാണ്. അല്ലെ, ഈ ടീനേജോട് കൂടി
ഇത്രയും കുറഞ്ഞു പോയ മനുഷ്യർക്ക് മാറ്റം ഉണ്ടാവുമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് എന്തൊരു അബദ്ധം. അക്സെപ്റ്റ് പീപ്പിൾ. പിന്നീട് ഞാൻ കുറച്ചു കാലം മുമ്പോട്ട് ചെല്ലുമ്പോഴേക്കും കേട്ടു ഇങ്ങനെ ഒരു 7-ാം വയസ്സോടുകൂടി ഇത് രൂപപ്പെട്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ ബേബീസിനെ കുറിച്ചൊരു സീരീസ് വരുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് ജനിക്കണത് തന്നെ അങ്ങനെയാണെന്ന് പറയുന്നത്. അതുകൂടി ലോകത്തെ അധ്യാപകരുടെയും വൈദികരുടെയും ഒക്കെ പണി തോന്നുന്നുണ്ട്. വെറുതെ ബേബി സിറ്റിങ് മാത്രമേ ഇനി പറ്റത്തുള്ളൂ, ഒന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല. അത്രയും പൂർണ്ണമാക്കപ്പെട്ട മനുഷ്യരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ പറയുന്ന മുറ്റത്ത് വെച്ച് തന്നെ എല്ലാം കളഞ്ഞാലും ഇത് വീട്ടിലോട്ട് കൊണ്ടുപോകണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലൂക്ക 10:8 വിളമ്പിയത് ഭക്ഷിക്കുക. ജീവിതം അതിൻ്റെ ഓരോരോ തിരിവുകളിൽ എന്തൊക്കെയാണ് ഓരോരുത്തർക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. മറ്റാരുടെയോ വീട്ടിൽ സംഭവിച്ച് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നാളത്തെ പ്രഭാതത്തിൽ നിങ്ങളുടെ പാതയിലൊന്നും മുട്ടും അല്ലേ? അവിചാരിത അനുഭവങ്ങളുടെ സങ്കലനത്തിന്റെ പേരാ ജീവിതം എന്ന് പറയുന്നത്. വേറെന്താ അത്? ഒരു സ്ത്രീയുടെ ആത്മകഥയുണ്ട്, സ്പൈറൽ ലാഡർ എന്നാണ് എൻ്റെ പേര്. അങ്ങനെ ഈ വളവുള്ള ഒരു കോവണി ഉണ്ടല്ലോ, നമുക്ക് പരിചയമുള്ള കോവണിയൊക്കെ സ്ട്രെയിറ്റാണ്, പിരിയൻ കോവണിയാണ്. എന്നുവെച്ചാൽ ഓരോ വളവിലും എന്തൊക്കെയോ നിങ്ങളെ കാത്തിനിപ്പുണ്ട്. 3 തരം. പിന്നെ ഇപ്പൊ നിറക്കുക അതൊന്ന് ഞാനൊന്നും ഇപ്പോൾ റിട്രീറ്റ് സെന്ററിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ രോഗശാന്തിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എനിക്കതിനകത്തൊന്നും തർക്കമില്ല കേട്ടോ, ഇതൊക്കെ സംഭവിക്കാം. പക്ഷെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഇത്രയും രോഗശാന്തികളുടെ കഥകൾ പറയുന്നിടങ്ങളിലും ഒരു ഓട്ടിസ്റ്റിക് ആയ ഒരു കുട്ടി ഒരു നോർമൽ ചൈൽഡായിട്ട്, നമ്മുടെ ഇൻവെർട്ടർ കോമയിൽ നോർമൽ ചൈൽഡായിട്ട് മാറുന്ന കഥ നിങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ ഞങ്ങളുടെ കണക്ക് റിട്രീറ്റ് സെന്ററിൽ ഒരു 60 പേരൊക്കെ വന്ന് പാർത്തു പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുരുഷനും സ്ത്രീയും വന്നു. അവരുടെ പേര് മീര എന്നും അയാളുടെ പേര് ഹരി എന്നുമാണ്. അവർക്ക് മുത്തെന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. മുത്തിന് ഡൗൺ സിൻഡ്രോമിന്റെ ഇഷ്യൂ ഉണ്ട്. ഇവിടെ ഓരോ പ്രാർത്ഥന നടക്കുമ്പോൾ ഈ മീരയും ഹരിയും കൂടി മുത്തിന്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ മുത്തിനെ സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങളുടെ മുത്തിനെ സൗഖ്യപ്പെടുത്തണമേ. വിശേഷം എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നതായിട്ട് തോന്നലില്ല, സംഭവിച്ചില്ല. എന്നിട്ടും എന്തോ ചില കാര്യങ്ങൾക്കകത്ത് തിരുവട്ടം കിട്ടി. ഒരു ദിവസം പ്രഭാഷണത്തിന് വന്ന വൈദികൻ പറഞ്ഞു, ദൈവത്തിന്റെ കൈവശം ഒരു കുഞ്ഞുണ്ടായിരുന്നു, കുറച്ച് ബുദ്ധിയുടെ പ്രതിസന്ധിയുള്ള ഒരു കുഞ്ഞാണ്. ആരുടെ കയ്യിൽ നിങ്ങൾ ഈ കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞാൽ അവരാ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്നൊക്കെ അറിയാൻ വേണ്ടി ആൾ താഴോട്ട് നോക്കി, എന്നിട്ട് മീരയും ഹരിയും കണ്ടു, അവർക്ക് കൊടുത്തു. ദൈവത്തിന് സ്തുതിയായി. മീരയുടെ കണ്ണ് ഒന്ന് നിറഞ്ഞു വരുന്നുണ്ട്, തുടച്ചു. എന്നിട്ട് മീരയും പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. സന്ധ്യയില് ഹരിയോടൊപ്പം ഇരിക്കുമ്പോൾ മീര പറഞ്ഞു, ഹരിയേട്ട, നമ്മുടെ ഈ വാവി വേറെ ആരെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അവരാ കുഞ്ഞിനെ കുറേ ബുദ്ധിമുട്ടിപ്പിച്ചേനെ. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുപോയി എന്നേക്കുമായിട്ട് വിട്ട് കളഞ്ഞേനെ. നമുക്ക് ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാമെന്ന് അവിടത്തേക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മുടെ കയ്യിലോട്ട് തന്നെ വന്നല്ല. ധ്യാനം കഴിയുമ്പോൾ നിങ്ങൾ കൂടി എൻ്റെ അടുത്ത് നിൽക്കണം, എങ്ങനെയാണ് ഈ മീരയും ഹരിയും കൂടി മുത്തിനെ കൊണ്ടുപോകുന്നത്? ചേർത്ത് പിടിച്ചു കൊണ്ടുപോവുകയാണ്. ഇതാദ്യമായിട്ട് അവർക്ക് ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായി, സ്പെഷ്യൽ ചൈൽഡ്. വാസ്തവത്തില് കുട്ടിയല്ല സ്പെഷ്യൽ, പാരന്റ്സ് ആണ് സ്പെഷ്യൽ. ഒരു വെരി സ്പെഷ്യൽ പാരന്റ്. ഞാൻ വിചാരിക്കുന്നു കോളേജിലൊക്കെ ഇപ്പൊ ഇൻക്ലൂസീവ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ, എല്ലാവരും ഒരുമിച്ചില്ലേ പഠിക്കുന്നതുകൊണ്ട്. നിങ്ങൾ എന്താ മനസ്സിൽ വിചാരിക്കുന്നത്? സെഷൻ മുമ്പോട്ട് പോകുന്നില്ല ഈ കുട്ടിയെ കൊണ്ട് അല്ലേ, അവനൊന്നും പറയണ പിടുത്തം കിട്ടുന്നില്ല, എല്ലാത്തിനകത്ത് അവന് ഒബ്ജക്ഷൻ ഉണ്ട്. ഒരു സുജനമര്യാദയുടെ പേരിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ യു ബിക്കം ജഡ്മെന്റ്.
എന്നിട്ടോ ഒരു ജീവിതകാലം മുഴുവൻ ഈ പറഞ്ഞാൽ പിടുത്തം കിട്ടാത്തൊരു കുട്ടിയുമായിട്ട് ജീവിക്കുക, ഒടുവിൽ എന്തെങ്കിലുമൊക്കെ മടങ്ങിപ്പോകേണ്ടി വരുമ്പോൾ അവൾക്ക് എന്ത് സംഭവിക്കുന്ന ഒരു ഉറപ്പുമില്ലാതെ കടന്നു പോകേണ്ടി വരുന്ന പേരൻസിനെ വിളിക്കുന്ന വാക്കാണ് എന്താ? സ്പെഷ്യൽ. ഇതിനെ വിളിക്കുന്ന വാക്കാണ് എന്താ? മിറക്കിൾ. ഈ അനുഭവങ്ങളോട് ആമേൻ പറയുക. പൗലോസിലെ അവസാനത്തെ വാക്കാണ് ആമേൻ. അത് പറയാൻ വേണ്ടിയാണ് ഈ തടിച്ച പുസ്തകം നിങ്ങൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ആമേൻ. എന്റെ കൺക്ലൂഡിംഗ് വേണ്ടതാണ് ആമേൻ. ഇതിനേക്കാൾ ചെറിയൊരു പ്രാർത്ഥന ലോകത്തുണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. ഇതിനേക്കാൾ സമ്പൂർണമായ പ്രാർത്ഥനയാണ്. ഇപ്പൊ 3താണ്. എന്തെങ്കിലും ഒരു അനുഭവത്തോട് നിങ്ങൾക്ക് ഈ 2 മാസത്തെ അവധിക്കാലത്തിനിടയിൽ ഒരു ആമേൻ പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഭംഗിയായൊരു റീഓപ്പണിംഗ് ഉണ്ടാകും. ഇല്ലെങ്കിൽ ഇതിനെ കണ്ടിന്യൂറ്റി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വീണിട്ട് ബ്രേക്ക്. എല്ലാവരുടെയും സ്റ്റോറി അവർ ബ്രേക്ക് ചെയ്യണം. കഥകളൊക്കെ എങ്ങനെയാണ് അവസാനിക്കുന്നത്? അനന്തരം അവർ സന്തോഷത്തിൽ ജീവിച്ചു. ഇപ്പൊ നിങ്ങളെത്തിയിരിക്കുന്ന കഥയ്ക്കകത്ത് സന്തോഷം ഇല്ലെങ്കിൽ ഓർത്തോളണം, ദാറ്റ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. എല്ലാവർക്കും അവരവരുടെ കഥയെ കുറച്ചുകൂടി ഈ സമാധാനത്തിലാക്കേണ്ട ബാധ്യതയുണ്ട്. ഇപ്പൊ 3. 4, നിങ്ങളെല്ലാത്തിനെയും ശുദ്ധീകരിക്കുക. കുറച്ചുകൂടി ഈ ശുദ്ധിയുള്ളൊരു സങ്കല്പമൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നല്ലതായിരിക്കും. അതിൻ്റെയൊക്കെ ഒരിടമായിട്ട് ഈ കലാലയത്തെ കുറിച്ചൊക്കെ ഒന്ന് വിഭാവന ചെയ്താൽ നല്ലതായിരിക്കും. കുറെ ശുദ്ധിയുള്ള മനുഷ്യര് ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ എൻ്റെ അപ്പനൊക്കെ മാഷാണ്. പഴയകാലത്ത് മാഷന്മാർ ഉപയോഗിച്ചിരുന്ന വസ്ത്രം ഈ വെള്ളയാണ്. അതിനകത്ത് പല കാരണങ്ങളുണ്ട്. ഈ എത്ര ജോഡി ഡ്രസ്സെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയാണെന്നൊക്കെ നെയ്ശാസൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വെള്ള ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന് ബേസിക്കലി അതൊന്നുമല്ല അതിൻ്റെ കഥ. ബേസിക്കലി ഇവര് ഈ സ്പോട്ട്ലെസ്ലി ഇങ്ങനെ പ്യുവറായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച മനുഷ്യരാണ്. പൗലോസിന്റെ ഒക്കെ ഭാഷയിൽ അൺബ്ലമിഷ്. ഇത് അതിനൊക്കെ ഒന്ന് തിരിച്ചു പിടിച്ചാലോ? കുറച്ച് നിർമ്മലരായ മനുഷ്യർ അവിടെ ഉണ്ട്. യേശുവിന്റെ ഒക്കെ ഭാഷയിൽ ഈ വീണ്ടും പിറക്കുക എന്ന് പറയുന്നുണ്ട്. ഗബ്രിയേൽ മാർക്കസ് പറയുന്ന സംഭവം ഉണ്ട്. അമ്മ നിങ്ങളെ പെറ്റിട്ടു എന്നതോടുകൂടി നിങ്ങളുടെ ജീവിതം അവസാനിക്കുകയല്ല, ആരംഭിക്കുകയാണ്. അതിനുശേഷം എത്രയോ പ്രാവശ്യം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇങ്ങനെ നിങ്ങളിൽ തന്നെ പിറക്കേണ്ട ബാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഓരോ പ്രാവശ്യം പിറത്ത ഇതൊരു വാക്ക് അയാൾ ഉപയോഗിച്ചത് ഇങ്ങനെ വീണ്ടും പിറക്കുക. നാലതാണ് ഇങ്ങനെ കുറച്ചൊരു ഈ നിഷ്കളങ്കതയ്ക്ക് ഒരു ഊഴം കൊടുക്കുക. 2 വർഷം മുമ്പ് ഒരു ശുചീകരണ തൊഴിലാളി ഇങ്ങനെ തിരുവനന്തപുരത്ത് മാലിന്യങ്ങളിൽ പെട്ട് മരിച്ചുപോയി. ജോയ് എന്നയാളുടെ പേര്. അത് കേട്ട ദിവസം തൊട്ട് അതെന്നെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഇങ്ങനെ ആരുടെയൊക്കെയോ മാലിന്യങ്ങൾക്ക് വേറെ ആരോ കപ്പം കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഇത് സ്പിരിച്വാലിറ്റി ഒന്നല്ല കേട്ടോ പറയുന്നത്. ഇങ്ങനെ വെറുതെ ഈ ഭംഗിയായിട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് ഈ പറയുന്നേ. ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരു ഫലിതം പറയുമ്പോൾ ചിരി വരണമെങ്കിൽ പോലും എന്ത് വേണം? ഒരു ബേസിക് ഇന്നസെൻസ് വേണം. എന്നുവെച്ചാൽ ബേസിക് ഇന്നസെൻസ് എന്ന് പോകുന്ന അന്ന് നിങ്ങളുടെ ചിരി പോയി. ഈ ചിരി പോവാന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടാണ്. പൊട്ടത്തരം കേൾക്കുമ്പോൾ ചിരി വരുന്ന എങ്ങനെയാണ്? ഇന്നസെൻസ് എവിടെ കിടക്കുന്നുണ്ടാണ്. രാജാവ് ഒരുത്തനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണ്. നാളെ പുലരിയിൽ 5 മണിക്ക് നിന്നെ തൂക്കിക്കൊല്ലും. ഇയാൾ ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. നിനക്ക് പേടി വരുന്നില്ലേ? ഞാൻ എണീക്കുമ്പോ 10 മണിയാവും. എന്തൊരു സ്റ്റുപ്പിഡിറ്റി! ഇത് കേൾക്കുമ്പോ ചിരി വരണമെങ്കിൽ ഇന്നസെൻസ് വേണ്ടേ? 4. നമുക്കൊരു പുണ്യവാനുണ്ട്, മണ്ണാനം കോളേജിന്റെ ഒക്കെ കാരണക്കാരനായ അല്ലേ, ചവറ കുര്യാക്കോസ്. മരിക്കുന്നതിന് തൊട്ടുമുമ്പായിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും. മരിക്കുന്നവർ നുണ പറയേണ്ട കാര്യമില്ല. അത് അവസാനമായിട്ട് പറഞ്ഞ വാക്കിങ്ങനെയാണ്: ജ്ഞാനസ്നാനത്തിൽ കിട്ടിയ പ്രസാദവരം ഞാൻ ഒരിക്കലും കളഞ്ഞിട്ടില്ല. ഗോ ബാക്ക്.
ആസ് ഇന്നസെന്റ് ആസ് എ ബാപ്റ്റിസ്റ്റ് ചൈൽഡ്. എന്തൊരു ആത്മവിശ്വാസം! എത്ര വർഷം ജീവിച്ചു, എത്ര അലഞ്ഞു, എത്ര തെറ്റിദ്ധരിക്കപ്പെട്ടു, വ്യവഹാരങ്ങളിൽ പോലും പെട്ടുപോയി. എന്നിട്ട് ഒന്നിനോടും കയ്പില്ലാതെ ഒരാൾ കടന്നു പോവുകയാണ്. തൃശ്ശൂർ അക്കാഡമി ഹാളിൽ ഇത് കണക്ക് പുള്ളിയുടെ പടമുണ്ട്. അതിങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ പള്ളിയുടെ അനുബന്ധ ഇടങ്ങളിൽ പ്രവർത്തിച്ചനല്ല, മറിച്ച് ഭാഷയ്ക്ക് കൊടുത്ത സംഭാവനയുടെ പേരല്ല. പ്രത്യേക ഭാഷ സാഹിത്യത്തിലൊരു വിഭാഗമൊക്കെ ഇയാളുടേതായിട്ടുണ്ട്. ഇങ്ങനെ പാസ്റ്റർ അങ്ങനത്തെ പറയുന്ന സംഭവം. ഈ ചങ്ങമ്പുഴൊക്കെ എഴുതുന്ന രമണനൊക്കെ വരുന്നൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് തുടങ്ങി വെച്ച ഈ മനുഷ്യനെന്നാ പറയുന്നത്. പിന്നെ സംസ്കൃത വിദ്യാലയങ്ങൾ ആരംഭിച്ചു. അതൊക്കെ അച്ചീവ്മെന്റ്സാണ്. അത് കേട്ടിട്ട് നമ്മുടെ കണ്ണു നിറയത്തൊന്നുമില്ല. പക്ഷെ ഇത് വായിക്കുമ്പോൾ നമ്മൾ വിഷമിച്ചു പോകും. ഗോ ബാക്ക് ആസ് ഇന്നസെന്റ് ആസ് എ ബാപ്റ്റിസ്റ്റ് ചൈൽഡ്. കഷ്ടാഴ്ചയാണ്. കുറച്ചുകൂടെയൊക്കെ ആ നിഷ്കളങ്കതയെ തിരിച്ചു പിടിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെന്റിലേഷൻ ഉണ്ടെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു വിൻഡോ കാണുമല്ലോ അവരുടെ ഒരു സമ്പ്രദായത്തിൽ ഇതൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട്. 5, നിങ്ങളെല്ലാത്തിനെയും തണുപ്പിക്കുന്നുണ്ടോ? വിലിവിച്ചിൽ പേഴ്സൺ. നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ മനുഷ്യർക്ക് സമാധാനം കിട്ടുന്നുണ്ടോ? പറയത്തില്ലേ, എവിടെ നിൽക്കണത്, ഒന്ന് വന്ന് കണ്ടോട്ടെ. ഓ, ഒന്നും തിരിച്ചു പറയുന്നില്ല, വെറുതെ കേട്ടിരിക്കുന്നു. തിരിച്ചു വരുമ്പോൾ സമാധാനമുണ്ട്. ഞങ്ങളുടെ ചെറിയ പ്രായത്തില് കുറച്ചിത്തിരി മാറിയൊക്കെ ചിന്തിക്കുകയും മാറി നടക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത ചെറുപ്പക്കാർക്കിടയിൽ കൊച്ചു വർത്താനം ഉണ്ടായിരുന്നു. ഫേൺഹില്ലിൽ പോകാൻ തോന്നുന്നു. ഫേൺഹില്ലിൽ പോകാൻ തോന്നുന്നു. ഫേൺഹിൽ എന്ന് പറയുന്നത് ഊട്ടിക്കടുത്തുള്ളൊരു ചെറിയ പട്ടണമാണ്. ആ പട്ടണത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, ഗുരുനിത്യ. ഗുരുനിത്യ തന്നെ വായിച്ചും പഠിച്ചും കുറച്ച് ചിത്രം വരച്ചും മനുഷ്യരെ കേട്ടും ഒരാളുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു പേഴ്സണൽ സ്ട്രെസ് വരുമ്പോൾ ചെറുപ്പക്കാർ അങ്ങോട്ട് വണ്ടി കയറി. ഇവിടെ അടുക്കളയിൽ എപ്പോഴും ഭക്ഷണം ഉണ്ടാവും, കഴിക്കാം. ചെറിയ മുറികളുണ്ടാവും, ചൂടുകൂടി കിടക്കാം. എവിടെന്നാ വന്നെന്നാ, എങ്ങോട്ടാ പോകുന്നെന്നാ, എപ്പോ പോവെന്നാ ഒന്നും ചോദിക്കത്തില്ല. കുറച്ചൊക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ആയി കഴിയുമ്പോൾ ഇങ്ങനെ അയാളോട് നമസ്തേ പറഞ്ഞ് തിരിച്ചു പോരാം. പോകുമ്പോൾ തിരിഞ്ഞു നോക്കിയാണെങ്കിൽ അപ്പോഴും കാണുക ഈ മനുഷ്യൻ നിങ്ങളെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ഫേൺഹില്ലിൽ പോകാൻ തോന്നും. അത് കണക്ക് ഈ തണുപ്പിക്കുന്ന മനുഷ്യരും ഇടങ്ങളുമൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? അൺകണ്ടീഷണൽ ആയിട്ട് നമ്മളെ കേൾക്കുന്ന മനുഷ്യർ, ഉപാധിയില്ലാതെ നമ്മളെ കേൾക്കുന്ന മനുഷ്യർ. സുവിശേഷം തുടങ്ങുന്നത് തന്നെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ഇങ്ങനെ മേരി എലിസബത്തിന്റെ അടുക്കലേക്ക് ഓടിപ്പോയി. അങ്ങനെ ഒരു വാക്കില്ലേ, തിടുക്കത്തിൽ ഓടിപ്പോയി. എന്തിനായിരിക്കണം മേരി എലിസബത്തിന്റെ അടുക്കലേക്ക് ഓടിപ്പോകുന്നത്? മേരിക്ക് പറയാനായിട്ടൊരു കഥയുണ്ട്. ലോകത്ത് ഒരാളും വിശ്വസിക്കാത്തൊരു കഥ. എന്താണത്? കന്യകയ്ക്കൊരു തളർപ്പുണ്ടായിരുന്നു. ഈ കഥ, ഈ പരിപ്പ് ഏതെങ്കിലും അടുക്കളയിൽ വേകുമോ? എലിസബത്തിന്റെ അടുക്കളയിൽ വേകും. കാരണം 2 തലത്തിൽ അന്വേഷിക്കുന്നു. ഒന്ന് വേർജിൻ, മറ്റേതെന്ന് ചെയ്യുന്നുണ്ട് വയോധികൻ. അവൾക്കും തളർപ്പുണ്ടായി. അപ്പോ തന്നെ പിടുത്തം കിട്ടാൻ സാധ്യതയുള്ള ലോകത്തെ ഒരേ ഒരു മനുഷ്യജീവി ഈ എലിസബത്താന്ന് ഓർത്തിട്ടാണ് ഈ പെൺകുട്ടി ഓടിപ്പോകുന്നത്. ജീവിതകാലം മുഴുവൻ നമ്മൾ തിരയുന്നത് നമ്മളെ പിടുത്തം കിട്ടുന്ന ഒരു പുരുഷനെയോ സ്ത്രീയാണ്. ഒന്നുമില്ല. We are in search of a person who will understand us. അതിനേക്കാ വലിയ കരുണയില്ല. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ വാക്കില്ലേ, കൊച്ചുവാക്കല്ല. ഇപ്പൊ കലാമിനൊക്കെ വലിയ ഇഷ്ടമുള്ളൊരു പ്രാർത്ഥന ഞങ്ങളുടെ തന്നെ ഇതിന്റെയൊക്കെ സമ്പ്രദായത്തിന്റെ ആചാര്യനായ സെന്റ് ഫ്രാൻസിസിന്റെ പ്രയറാണ്. എന്താണത്? ഗോഡ് മേക്ക് മീ എ ചാനൽ ഓഫ് യുവർ പീസ്.
അതിനകത്ത് പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയം എന്താണ്? മനസ്സിലാക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ എന്നെ പഠിപ്പിക്കണമെന്ന്. ആരെങ്കിലും ഇതൊക്കെ തങ്ങളുടെ പ്രാർത്ഥനാ വിഷയമായിട്ട് വെച്ചാൽ നല്ലതല്ലേ? God help me to understand people. മനുഷ്യനെ മനസ്സിലാക്കുക എന്നുള്ളത് അല്ല, അതും ഈ പറഞ്ഞ വിധിവാചകങ്ങളില്ലാതെ മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് എന്ത് ഭംഗിയല്ലേ? നിങ്ങൾ അത്തരം ഒരു പുരുഷനോ സ്ത്രീയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ തേടി വരും, എന്നിട്ട് കാൽച്ചോട്ടിയിരിക്കും, അപ്പ അമ്മ എന്തോ ഒരു ഏനക്കേടൂടെ കുട്ടി കടന്നു പോകുന്ന നിങ്ങൾക്ക് അറിയാം, പക്ഷെ എന്താന്ന് പോലും നിങ്ങൾ ചോദിക്കത്തില്ല. നിങ്ങൾ പരമാവധി ചോദിക്കാൻ പോകുന്ന ഒറ്റ കാര്യം മാത്രമാണ്, ഇവിടെ കഴിച്ച രാത്രി വണ്ടി കയറിയതല്ലേ, അമ്മ ചോറ് വെള്ളത്തിലിട്ട് പോയി, എടുത്ത് ചൂടാക്കാം, ഒരു മുട്ടയും പൊരിക്കും. ഈ നിങ്ങളെ തേടി വേണം ഈ കുഞ്ഞുങ്ങൾ ഈ റിസർവേഷൻ ഒന്നും ഇല്ലാതെ 2 ബോഗികളുടെ ഇടയിൽ ഇങ്ങനെ കൂനിപ്പിടിച്ച് വരേണ്ടത്. അല്ലാതെ ചോദ്യം ചെയ്യുന്ന, തർക്കിക്കുന്ന, വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്ന, വിധിവാചകങ്ങൾ പറയണ, ഉപദേശിക്കുന്ന നിങ്ങളെ തേടി എന്തിനാ പിള്ളേ വരുന്നത്? ഒരു ചെറുപ്പത്തിൽ ഇങ്ങനെ അനുജൻ ഒരു മാവെ പിടിച്ച് കയറിയാണ്. താഴെ അപ്പൂപ്പൻ വടിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇറങ്ങി വാടാന്ന് പറയുന്നതനുസരിച്ച് അതിനകത്തുനിന്ന് ഊർജം കിട്ടിയ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കമ്പെ ചവിട്ടെന്ന് പറയുമ്പോൾ ആക്കുമ്പാനെ നോക്കി ചവിട്ടി കൃത്യമായിട്ട് ഒടിഞ്ഞു വീണു. താഴെ ഒരു മൺകൂന ഉള്ളത് കൊണ്ട് വലിയ പരിക്കൊന്നും പറ്റിയില്ല. അവിടെ നിന്ന് എനിക്ക് ഇവൻ ഓടുമ്പോൾ പൂവൻ വടിയുമായിട്ട് അവൻ്റെ പുറകെ ഓടി. അപ്പൊ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ രക്ഷപ്പെട്ടത് ഇയാൾക്ക് താങ്ങാൻ പറ്റുന്നില്ലെന്നായിരിക്കുന്നു. വീണിട്ടൊന്നും പറ്റാത്തവൻ ഇനിയിപ്പോ എറിഞ്ഞു വിട്ടാൻ പോകും. നമ്മൾ വെറുതെയാണ്, നമ്മൾ മനുഷ്യരെ അവരുടെ ഭൂതകാലത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിലാക്കും അല്ലേ? എന്താ ഈ പള്ളിക്കാരനൊക്കെ കേട്ടോണ്ടിരിക്കണത്? തിരിച്ചു വന്നപ്പോ കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് കേട്ടോണ്ടിരിക്കുകയാണ്. എന്നിട്ടോ നമ്മൾ ഈ നകന്നു പോയവർ വന്നിട്ട് ഇപ്പൊ ലെമൺ ടീ പോലും നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഈ ഭൂതകാലത്ത് കൊണ്ട് നമ്മൾ മനുഷ്യരെ ബുദ്ധിമുട്ടിലാക്കും. പെൺകുട്ടി ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, എവിടെയൊക്കെ അലഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അവളുടെ ഉള്ളും ശരീരമൊക്കെ ഇങ്ങനെ ഒരുപോലെ പൊടി വരുന്നിട്ടുണ്ടാവും. അപ്പൊ വീടിനകത്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ വീട്ടില് ഈ പാട്ടി മുത്തശ്ശി വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ സമയത്ത് എണ്ണയൊക്കെ തേക്കാതെ ആ മുടിയൊക്കെ ഇങ്ങനെ എന്തായാലും കുളിക്കാം, എനിക്കിഷ്ടമുള്ള മാമ്പഴ പുളിശ്ശേരി വെക്കാം. കൊഴുത്ത കാളക്കുട്ടിയുടെ കാര്യം ആലോചിക്കുന്ന എളുപ്പമാണ്. അങ്ങനെ എളുപ്പമല്ല, ആരുടെ വീട്ടിലും കാളക്കുട്ടി ഇല്ല. മാമ്പഴമുണ്ട്. നമ്മൾ ഈ വെറുതെ ബാക്കിയുള്ളവരുടെ കഥയൊക്കെ കേട്ട് ഇങ്ങനെ കണ്ണറിഞ്ഞുകൊണ്ടിരിക്കുക. അണ്ടർസ്റ്റാൻഡിങ് കിൽ പേഴ്സൺ. പതുക്കെ കാര്യങ്ങൾ 2 സൂചനകളിൽ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അടുത്തായിട്ട് ഇങ്ങനെ എങ്ങോട്ടാണ് നമ്മൾ ഒഴുകുന്നത്? അല്ലേ? ഒരു പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ എന്തെങ്കിലും സാധനമുണ്ട്. യേശുവിന് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തായാലും യേശുവിന്റെ പർപ്പസ് ഡിഫൈൻഡ് ആണ്. ഐ ഹാവ് കം ടു ഗ്യാദർ അല്ലേ, അങ്ങനെ വാക്കില്ലേ? ഈ ചെതറിപ്പോയതിനെ ശേഖരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഡിഫൈൻഡ്. അതുകൊണ്ടാണ് നാണയത്തിന്റെ കഥ പറയുന്നതും ഈ പറഞ്ഞ ആടുപോയതിന്റെ കഥ പറയുന്നതും മകൻ ഇറങ്ങിപ്പോയ കഥ പറയുന്നതും ഐ ആം ഹിയർ ടു ഗ്യാദർ അല്ലേ? അതിനകത്ത് ഉപയോഗിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, സൺ ഓഫ് മാൻ ഹാസ് കം, മനുഷ്യപുത്രം വന്നിരിക്കുന്നത് അല്ലേ? അതിനൊത്തിരി തിയോളജിക്കലായിട്ടുള്ള ഒരു സംഭവം കൊണ്ട് കേട്ടോ. പക്ഷെ വെറുതെ ആ മനുഷ്യപുത്രം എന്ന് പറഞ്ഞ വാക്കെടുക്കുക. എനി ഹ്യൂമൻ ബീങ് ഹാസ് ടു ഡിഫൈൻ ഹിസ് പർപ്പസ്. You define your purpose. Define എന്ന വാക്കിന്റെ അർത്ഥം make things definite എന്നല്ലേ? What is your purpose? അത് ചിലപ്പോൾ ശ്വാസം മുട്ട് വരും. എന്താ എൻ്റെ പർപ്പസ് ഓഫ് ലൈഫ്? വെറുതെ ഒന്ന്
ഈ കഷ്ട ആഴ്ചയിലൊക്കെ കൊണ്ട് വെറുതെ ആലോചിച്ച നല്ലതാണ്. എൻ്റെ പർപ്പസ് ഓഫ് ലൈഫ്. ജോലി കിട്ടി, കുടുംബം രൂപപ്പെട്ടു, കുട്ടികളെ വളർത്തുന്നുണ്ട്. പക്ഷെ യേശു പറഞ്ഞൊരു കുഞ്ഞു കാര്യമുണ്ട്. എന്താണത്? നോഹയുടെ കാലം വരെ മനുഷ്യർ രണ്ടു തരത്തിലാണ് ജീവിച്ചത്. എന്താണത്? കല്യാണം കഴിച്ചും കഴിപ്പിച്ചും. നോഹയുടെ കാലത്ത് മാത്രമാണ്. എല്ലാ കാലത്തിലും മനുഷ്യർ പൊതുവെ അങ്ങനെ രണ്ടു തരത്തിലാണ് ജീവിക്കുന്നത്. ചെറിയ പ്രായം തൊട്ടേ കുടുംബജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. നമ്മൾ പഠിക്കുന്നതും ജോലി കണ്ടെത്തുന്നതും നമ്മുടെ ശരീരത്തിൻ്റെയൊക്കെ ചില സങ്കല്പം രൂപപ്പെടുന്നതൊക്കെ ഈ കുടുംബജീവിതത്തിന് വേണ്ടിയാണ്. എന്നിട്ടോ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നു, അതിനകത്തും നമുക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ സെറ്റിൽ ചെയ്യിക്കാന്നുള്ള രണ്ടാം ഭാഗം ആരംഭിക്കുന്നു. ഈ രണ്ട് കല്യാണങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ജനിച്ചതും ജീവിച്ചതും മരിച്ചതെന്നൊക്കെ ഓർക്കുന്ന ഒരു വിഷമം തോന്നണ്ടേ? കല്യാണ കഥ വേറെ ഒന്നും ചിന്തിക്കാനില്ല. പിള്ളേരുടെ കല്യാണം, ഈ കല്യാണം നടക്കാതെ കഴിക്കാൻ നടക്കുന്ന ഒരാളെന്നതിൻ്റെ ഇതിൽ ഞാൻ നിങ്ങളെ പറഞ്ഞിങ്ങനെ ബുദ്ധിമുട്ടിലാക്കുന്നതല്ല കേട്ടോ. പക്ഷെ വലിയ കാര്യമാണ് കല്യാണം എന്നൊക്കെ പറഞ്ഞത്. കാരണം എളുപ്പമൊന്നുമല്ല. അത് ഞാൻ ഇതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, എനിക്കറിയാം. റിയൽ സ്ട്രഗിൾ അല്ലേ? അപ്പോൾ ഒരു സെക്കൻഡ് മൈൽ ഓഫ് ലൈഫാണ് ഞാൻ ഈ പറയുന്നത്. ഒരു രണ്ടാം മൈൽ വേണ്ട. യേശു പറയത്തില്ലേ, ഒരു കാതം നടക്കാൻ ആവശ്യപ്പെട്ടവരോടൊപ്പം 2 മൈൽ നടക്കുക. ഒരു കാതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ കണ്ടെത്തുന്ന ഒരു റെസ്പോൺസിബിലിറ്റി പേരാണ് എന്ത്? രണ്ടാം മൈൽ. ഒരു സെക്കൻഡ് മൈൽ എന്ന് പറയുന്ന ഈ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ് ആണ്. കാരണം അയാൾക്ക് സെക്കൻഡ് മൈലേ ഉണ്ടായിരുന്നുണ്ടോ? കടപ്പുറത്ത് വന്നിട്ട് മീൻ പിടിച്ച മനുഷ്യരോട് പറഞ്ഞു, നമുക്ക് മനുഷ്യരെ പിടിക്കാം. ഇതിന് വിളിക്കുന്ന വാക്കാണ് ഈ ദൈവവിളി എന്ന് പറയുന്നത്. ഡു സംതിങ് ഫോർ ഹ്യൂമൻ കൈൻഡ്. മെച്ചപ്പെട്ട മനുഷ്യനെ രൂപപ്പെടുത്താനായിട്ട് നമ്മൾ എന്താണ് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അതാണ് ഈ പർപ്പസ് ഓഫ് ലൈഫ് ഞാൻ വിചാരിക്കുന്നത്. എന്താ നമ്മൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? മെച്ചപ്പെട്ട മനുഷ്യരെ രൂപപ്പെടുത്താനായിട്ട്. മെച്ചപ്പെട്ട മനുഷ്യന് വേണ്ടി നമുക്ക് ഒരു സ്വപ്നം കാണണ്ട. എൻ്റെ കലാലയം എന്നൊക്കെ പറയുന്നു. പലപ്പോഴും പർപ്പസ് ഓഫ് ലൈഫിനെ ഞാൻ വളരെ ചെറുതായിട്ട് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ കടന്നുപോയി കഴിയുമ്പോൾ നിങ്ങൾ പാർത്തിടം, നിങ്ങൾ ചേർത്ത് പിടിച്ച മനുഷ്യര് നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ ഭംഗിയുള്ള ഇടവും മനുഷ്യരുമായിട്ടുണ്ടോ? രണ്ടുപേരെന്തെങ്കിലും റിട്ടയർമെന്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും അല്ലേ? ഇതിന്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ അല്ലേ, മറ്റു ദിവസം എല്ലാവരും റിട്ടയർ ചെയ്യുമല്ലേ? വെറുതെ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് കിട്ടിയ ഇടത്തെയും നിങ്ങൾക്ക് കിട്ടിയ മക്കളെയും നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ ഭംഗിയുള്ള ഇടവും മനുഷ്യരാക്കിയിട്ടുണ്ടോ? That is purpose of life. നമ്മുടെ റിട്രീറ്റ് സെന്ററിൽ ഇങ്ങനെ മുറിയൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ്, ആണുങ്ങളല്ലായിരുന്നു. അപ്പൊ ആണുങ്ങളുടെ ഒരു ക്ലീനിങ്ങിന്റെ ഒരു രീതിയൊക്കെ ഉണ്ട്. ഈ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞ വാക്കൊന്നും നമ്മൾ കേട്ടിട്ടേ ഇല്ല. നമ്മളിങ്ങനെ മുറി വന്നിട്ട് നോക്കുമ്പോൾ കുഴപ്പമില്ല, ഓക്കെ, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇതിന്റെ ഒരു വശേ മോശമായിട്ടുള്ള ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് അങ്ങനെ അത് ഓടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞങ്ങളത് ബുദ്ധിയുള്ളതുകൊണ്ട് കുഞ്ഞു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയാണ്, നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ ഭംഗിയുള്ളൊരു മുറി വിട്ടിട്ട് പോകണം. ഈ പാർട്ടിസിപ്പൻസ് അവരിപ്പോൾ കാണുന്ന ആദ്യത്തെ വാക്കിതാണ്, ഈ കിട്ടിയതിനേക്കാൾ ഭംഗിയുള്ളൊരു മുറി വിട്ടിട്ട് പോകണം. പിന്നെ കാണുന്ന ഏണിയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ സീലിംഗ് ഫാനൊക്കെ തുടക്കുന്ന ഞാൻ ജീവിതത്തിൽ കാണുന്നത് അങ്ങനെയാണ്. എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതൊക്കെ തുടക്കാൻ പറ്റുമെന്ന്. ഈ കിട്ടിയതിനേക്കാൾ ഭംഗിയുള്ള മുറി വിട്ടിട്ട് പോകണ്ടേ? അതാണ് പർപ്പസ്. നമുക്കൊരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു. അയാൾ എഴുത്തുകാരൻ എന്നതിനേക്കാൾ കൂടെ നല്ല മനുഷ്യനായിരുന്നു, വൈക്കം മുഹമ്മദ് ബഷീർ. 2 പ്രാവശ്യം ജയിലിലായിരുന്നു. ഈ 2 പ്രാവശ്യം ജയിലിലായിരിക്കുമ്പോഴും ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു കാര്യമാണ്, ജയിൽ വളപ്പില് ഈ പനിനീർ പൂക്കൾ നട്ടു വളർത്തുക. പനിനീർ പൂക്കള് ജയിൽ വളപ്പിൽ നട്ടു വളർത്താനായിട്ട് അത് ബന്ധുവിടുന്നല്ലോ. എത്ര അഡ്വേഴ്സ് സറൗണ്ടിങ് ആവട്ടെ, എത്ര ഷോർട്ട് പീരീഡ് ആവട്ടെ, ആ കിട്ടിയ ഇടങ്ങളെ കുറച്ചുകൂടി ഭംഗിയുള്ളതാക്കുക. അതാണ് പർപ്പസ് ഓഫ് ലൈഫ്. അവസാനമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാലത്തിന്റെ ദാഹത്തെ വളർത്തുന്നുണ്ടോ?
വെള്ളം ദാഹം ശമിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ദാഹം ഉണർത്താനും വെള്ളം ആവശ്യമുണ്ട് അല്ലേ? ഉദാഹരണത്തിനായിട്ട് ഇത് ഞാൻ നിർത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുകയാണെങ്കിൽ, വളരെ സമയമൊക്കെ എടുത്ത് കുടിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഭൂരിഭാഗം പേരും വിചാരിക്കും ഇയാളെ നിർത്തിയിരുന്നെങ്കിൽ പോയി വെള്ളം കുടിക്കായിരുന്നു. ഒരു 2 മണിക്കൂറായിട്ട് നിങ്ങൾ അഡ്രസ് ചെയ്യാതിരുന്ന ദാഹം പെട്ടെന്ന് ഉണരുകയാണ്. അപ്പോൾ ഒരു ചെറുപാത്രം ജലത്തിന് മനുഷ്യർ മറന്നുപോയ ദാഹത്തെ ഉണർത്താൻ പറ്റും. ഒരു കാത്തലിക് എല്ലായിടത്തും ഒക്കെ നോമ്പാണ് ഇവിടെ അല്ലേ? നോമ്പിന്റെ തീവ്രവാദികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊരു പരിപാടിക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ഇങ്ങനെ കേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ വന്നിട്ട് അനൗൺസ് ചെയ്യുകയാണ്, ഇത് മുട്ടയൊന്നും ഉപയോഗിക്കാത്ത കേക്കാണെന്നൊക്കെ പറഞ്ഞല്ലേ. ഭീകര തീവ്രവാദമൊക്കെ ഉണ്ട് ഇതിനകത്ത്. ദൈവങ്ങൾ നോക്കൊണ്ടിരിക്കുകയാണ്. പേടിച്ചു പോയി. അപ്പോൾ എന്തായാലും അങ്ങനെയാണൊക്കെ നടക്കുന്നുണ്ട് ചുറ്റും. എന്തിനു വേണ്ടി ഈ നോമ്പെന്ന് പറയുന്നത്? അത് ഐഡന്റിഫൈഡ് ആണ്. 40 ദിവസം യേശു ഉപവസിച്ചു. അതിൻ്റെ ഒടുവിലത്തെ വരി എന്താണ്? അപ്പോൾ അവന് വിശന്നു. ഈ 40 ദിവസം വിശന്നതിന്റെ വിശപ്പല്ല കേട്ടോ. ഉപവാസം നമുക്ക് അവസാനിപ്പിക്കുന്ന നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയല്ല. ആ വാക്കാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അവന് വിശന്നു. ഈ വിശപ്പും ദാഹവുമാണ് ആത്യന്തികമായിട്ട് നോമ്പുകൊണ്ട് അർത്ഥമാക്കുന്നത്. യു ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ ദ ലോർഡ്. ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ലേ വേദപുസ്തകം? ദാഹം. നമ്മളെന്നും പ്രാർത്ഥിക്കുന്നില്ലേ, ഗിവ് us our ഡെയിലി ബ്രെഡ്. ഈ 50 ദിവസം ഞാൻ ഈ പ്രാർത്ഥന മാറ്റിയാണ് പ്രാർത്ഥിക്കുന്നത്. ഗിവ് us our ഡെയിലി ഹങ്കർ. നമ്മുടെ പ്രതിദിന വിശപ്പുതാണ്. അത് അവസാനത്തെ എത്രയേ ഉള്ളൂ? ഈ ട്രാൻസെൻഡൻസിന് വേണ്ടിയുള്ള വിശപ്പ്. ദൈവമാവാം, അറിവാവാം, സ്നേഹമാവാം, ആർട്ടാവാം, വൈകാരികമായ ജീവിതമാവാം. ഇതൊക്കെ ഈ ട്രാൻസെൻഡൻസിന്റെ നിഴലിന് വേണ്ടിയുള്ള സംഭവമാണ്. അപ്പൊ അത് നിങ്ങളുടെ അടുത്തിരിക്കുന്ന മനുഷ്യരിലോട്ട് ഉണരുന്നുണ്ടോ? യേശുവിന്റെ അടുക്കൽ വന്ന എല്ലാ മനുഷ്യരുടെയും ദാഹം യേശു ഉണർത്തിയല്ലേ? അതുകൊണ്ടാണ് വെള്ളം കോരാൻ വന്നൊരു സ്ത്രീ കോരിവെച്ച കുടം എടുക്കാതെ പോയെന്ന വേദപുസ്തകം പറയുന്നത്. യാക്കോബിനെ കണക്കിന് ചുവട്ടില്ല, അവൾ കോരിവെച്ച കുടം അവൾ എടുക്കാതെ പോയി. കാരണം പുതിയൊരു ദാഹവും അതിന്റെ സോഴ്സും പിടുത്തം കിട്ടി. സ്ത്രീയെ, നീ കുടിക്കുന്ന കിണറ്റിൽ നിന്ന് കുടിച്ച ദാഹം ശമിക്കില്ല. ഈ കുടിച്ചോണ്ടിരിക്കുന്ന കിണറുകൾ നിങ്ങളുടെ അടിസ്ഥാന ദാഹത്തെ ശമിപ്പിക്കില്ലെന്ന് പിടുത്തം കിട്ടുന്ന ദിവസമാണ് ഒരു റിലീജിയസ് മാൻ സ്പിരിച്വൽ ആവുന്നത്. ആ റിലീജിയോസിറ്റിയുടെ അടയാളമാണ് യാക്കോബിന്റെ കിണർ. ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് മീ. പിന്നെ ഓരോരുത്തർ അവരവരുടെ ഉറവ് കണ്ടെത്തണം. ആ ഉറവ് കണ്ടെത്താൻ പറ്റുന്നതുകൊണ്ടാണ് അവൾ പിന്നീട് അങ്ങോട്ട് വരാത്തത്. അൾട്ടിമേറ്റ് ആയിട്ട് ഈ ദാഹവും വിശപ്പും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് ഈ മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഭയങ്കര രസമാണ്. ആദ്യം ഈ മത്സ്യങ്ങളെയൊക്കെ സൃഷ്ടിച്ചു. അതെങ്ങനെയാണ്? ജലത്തോട് പറഞ്ഞു. പിന്നെ ഹരിതപ്രപഞ്ചം സൃഷ്ടിച്ചു, മണ്ണിനോട് പറഞ്ഞു. ഈ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ എന്താ പറഞ്ഞത്? ദൈവം തന്നോട് തന്നെ പറഞ്ഞു നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. അതുകൊണ്ടാണ് ഈ വെള്ളത്തിൽ നിന്ന് മീനെടുക്കുമ്പോൾ മീൻ അനുഭവിക്കുന്ന ശ്വാസം പൊട്ടും, മണ്ണിൽ നിന്ന് ചെടി പറിക്കുമ്പോൾ ചെടി അനുഭവിക്കുന്ന വരൾച്ചയൊക്കെ ഈ ചൈതന്യത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ മനുഷ്യർക്ക് അനുഭവപ്പെടുന്നേ. അവരിങ്ങനെ വരണ്ടു പോവുകയും അവർക്ക് ശ്വാസം മുട്ടുകയൊക്കെ ചെയ്യും. അതിനിട്ട് ബ്രീത്ത്സ്. അപ്പൊ അതിങ്ങനെ ഉണരാൻ വേണ്ടി ഒരു സമയമുണ്ട്. ചെറിയ ദാഹമൊന്നും പോരാ കേട്ട. ചെറിയ ദാഹത്തിന് ഈ കുലിക്കിസമ്പത്ത് മതി. വലിയ ദാഹമുണ്ട്. ആ വലിയ ദാഹത്തിന് പുഴ നിങ്ങളെ തപ്പി വരും. ഈ ദേശത്തെ ഒരു ആചാര്യന്റെ കഥ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇങ്ങനെ ചെറുപ്പത്തിലെ സന്യാസത്തിലേക്ക് പോയൊരു മനുഷ്യൻ, ദൈവാന്വേഷണത്തിലൊക്കെ. എന്നിട്ട് 19 വയസ്സായിട്ടും ഇയാൾക്ക് കാര്യമായിട്ട് പ്രകാശമൊന്നും കിട്ടുന്നില്ല. ഒരു ദിവസം ഇയാളെ തേടിയല്ല, ഇയാളുടെ വഴിയിലൂടെ ഒരു സ്ത്രീ ആ വഴിക്ക് പോകുന്നു. ഒരു ദേവദാസി കടന്നു പോകുന്നു. അയാൾക്ക് അവളോടൊരു ഭ്രമം തോന്നി. ആ രാത്രിയിൽ അവളെ പോയി കാണാൻ തീരുമാനിച്ചു.
കുത്തിപ്പെയ്യുന്ന മഴ, പാതിരാവ്, വലിയൊരു ആറ്, എങ്ങനെ കുറുകെ കിടക്കണമെന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ കണ്ടു ഒരു കൊച്ചുവഞ്ചി ഉലയുന്നു. വലിച്ചടുപ്പിച്ചു, തൊടിഞ്ഞ് മറുകരയെത്തി. എന്നിട്ട് വഞ്ചിയെ അതിന്റെ പാട്ടിന് തള്ളിവിട്ടപ്പോൾ ഇയാൾ ശ്രദ്ധിച്ചു, ഇയാളുടെ കൈ വഞ്ചിക്കാത്തോട്ട് കയറിപ്പോയി. പേടിച്ച് കൈവലിച്ചു. അപ്പോഴാണ് പിടുത്തം കിട്ടുന്നത് ഇത് വഞ്ചിയായിരുന്നില്ല, മറിച്ച് മരിച്ചൊരാളുടെ ശരീരമായിരുന്നു. എന്നിട്ടും യാത്ര മുടങ്ങുന്നില്ല. അവളുടെ കുടിൽ കണ്ടെത്തുന്നു. ഒരു വള്ളിക്കുടിലാണ്. എന്തോ ഇങ്ങനെ നൂർന്ന് കിടപ്പുണ്ട്. പിടിച്ചു കയറി. ഒരു വിളക്കിന് മുമ്പിൽ അവളിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവളുടെ ചിരിയില് പരിഹാസമുള്ളതായിട്ട് ഇയാൾക്ക് തോന്നി. അയാൾ പറഞ്ഞു, എൻ്റെ ചിരി പരിഹാസമുണ്ട്. അവൾ പറഞ്ഞു, ആചാര്യ, എനിക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കുത്തിയൊഴുകുന്ന ആ പുഴ മുറിച്ചു കടക്കാനായിട്ട് നീ കണ്ടെത്തിയ തോണി മരിച്ചവന്റെ ശരീരം. പുറത്തേക്ക് നോക്കാൻ പറഞ്ഞു. ഒരു മിന്നലുണ്ടായി. മിന്നലിന്റെ വെട്ടത്തിൽ അയാൾ കണ്ടു വള്ളിയെന്ന് പിടിച്ച് കയറിപ്പോയത് വള്ളിയായിരുന്നില്ല, മറിച്ച് കൊടിയ വിഷമുള്ളൊരു സർപ്പമായിരുന്നു. പിന്നെ ഒരു പരിഹാസമില്ലാതെ പറഞ്ഞു, ആചാര്യ, എന്നോടുള്ള പ്രേമം കൊണ്ട് ഇതൊന്നും അങ്ങേ ദംശിച്ചില്ല. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ അങ്ങേക്ക് എന്നോട് തോന്നിയ പ്രേമത്തിന്റെ 10,000-1 അങ്ങ് ആരെയാണോ നമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത് ആ ചൈതന്യത്തോട് അങ്ങേക്ക് എന്നെങ്കിലും അനുഭവപ്പെട്ടിരുന്നെങ്കിൽ അങ്ങ് എന്നെ നിന്ന് കത്തിയേനെ. ഈ ബേണിഭൂഷണ കേട്ടിട്ടില്ലേ? നിന്ന് കത്തിയേനെ. മിന്നലുണ്ടായത് അകത്താണ്. ആ മിന്നലിന്റെ വെട്ടത്തിലാണ് ഈ ദേശത്തെ ഒരു ആചാര്യൻ രൂപപ്പെട്ടത്, വില്ലമംഗലം സ്വാമിയാണ്. തിരുവല്ലക്കടുത്ത് രാത്രി മുഴുവൻ കഥകളി നടക്കുന്ന ഒരു ക്ഷേത്രം ഉണ്ടല്ലോ. ഏത് രാത്രി നിങ്ങൾക്ക് അവിടെ കഥകളിയുണ്ട്, 360 ദിവസം. ആ ക്ഷേത്രത്തിലൊക്കെ ആചാര്യനായിരുന്നു ഈ മനുഷ്യൻ. വായനയില് ഞാൻ ഇത്രയും പരിഭ്രമിച്ചു പോയൊരിടം വേറെയില്ല. 10,000-1. ചെറുപ്പത്തില് ഒരു കൂട്ട, അപൂർവം ചിലർക്ക് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഒരു പ്രണയം, പിന്നെയും മുമ്പോട്ട് ചെല്ലുമ്പോൾ മിക്കവാറും എല്ലാവർക്കും കല്യാണം, അതിൽ തന്നെ കൂടുതലും പേർക്ക് കുഞ്ഞുങ്ങള്, പാരന്റിങ്, ഇവയിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ശ്രദ്ധ, ഏകാഗ്രത, കൺവേർജൻസ്, ഇവയുടെ 10,000-1 നിങ്ങൾ നമസ്കരിക്കുന്ന ചെയ്തിന് അർഹിക്കുന്നില്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ എന്നെ ഓരോരുത്തരിൽ നിന്ന് കത്തുവേനെ. Take him seriously. Take this nomadic carpenter seriously. Take this nomadic carpenter seriously. ഒരു 7ഓളം സൂചനകളാണ് കണ്ട വിചാരത്തെ ഒന്ന് റീക്യാപ്പ് ചെയ്യുകയാണ്. 2 വാക്ക് തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്, ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് ആൻഡ് ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. ആദ്യത്തേത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്, റെക്കറന്റ് ആണ്. ചലഞ്ചസ് ഒക്കെ 2ാം ഭാഗത്താണ്. അതിന് ടെക്സ്റ്റാണ് കണ്ടത്. യോഹന്നാൻ 7:37-38. കുടിക്കുക, കുടിച്ചവര് നദിയാവുക. 3 ഒരു മെമ്മറിയാണ്. നിങ്ങളെ കണക്ക് ഒരു അധ്യാപികയായ ഒരു പെൺകുട്ടി, സ്ത്രീ, കടന്നു പോകുമ്പോൾ എഴുതി വെച്ചത്, ഞാൻ നദിയായിരുന്നു. 31-ാം തീയതി അവര് കടന്നുപോയി. എനിക്കൊരു അടക്കത്തിന് പോകാൻ പറ്റിയില്ല, കാരണം അന്ന് ഞാൻ ടീച്ചേഴ്സിന് വേണ്ടി ഒരു ആനിമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാറ്റണമെന്ന് ചോദിക്കണം തോന്നിയില്ല. അവിടെ ആയിരിക്കുന്നതിനേക്കാൾ പ്രധാനം ഇവിടെ ആയിരിക്കുന്നതാണ് ഞാൻ കരുതിയത്. ഞാൻ മാഗിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങി ഒരു 10 മിനിറ്റ് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പിടുത്തം കിട്ടുന്നത്. ഇനി കാണാതൊഴുക. ഒരു ശ്വാസം വിട്ടു വരാന്ന് പറയാം. ഒരു കുറച്ച് എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. അവരെഴുതി എല്ലാം കൂടി കുത്തിക്കെട്ടി ഒരു പുസ്തകമാക്കി അവർ പഠിപ്പിച്ച് അതേ സ്കൂളിൽ വെച്ച് ഇങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂർ സമയമാണ് മാനേജ്മെന്റ് നമുക്ക് തന്നിട്ടുള്ളത്, 2 to 4. എന്നിട്ട് ഈ പരിപാടി തുടങ്ങി. ആ പരിപാടി 20 മിനിറ്റ് അപ്പുറം പോയില്ല. കാര്യങ്ങൾ എളുപ്പമല്ലേ? അതിനൊരു ആമുഖത്തിലൊരു പാട്ട് പാടാനായിട്ട് വന്ന കുട്ടികൾ പാടിയത് അവരുടെ കാലത്തിൻ്റെ ഒരു പാട്ടല്ല, കുറച്ച് പഴക്കമുള്ളൊരു പാട്ടാണ്.
ഇന്നും എൻ്റെ ഓർമ്മയിൽ, അല്ല, ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു ഈറൻമുകിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ. ഇന്ദ്രധനുസ് എന്താണ്? മിന്നല. മഴ പെയ്യുമ്പോൾ ഒരു മിന്നൽ കണക്ക് ഒരാളെ കടന്നു വരും. പക്ഷെ മിന്നൽ മതി, എല്ലാം കാണാൻ പറ്റും. കേട്ടില്ല, സാവോളിന് മിന്നലുണ്ടായെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒറ്റ കാഴ്ചയിൽ എല്ലാം പിടുത്തങ്ങൾ കളിക്കുന്ന വാക്കാണ് എന്ത്. ഇത് ഈ കുട്ടികളുടെ കാലത്തെ പാട്ടല്ല. അപ്പൊ തന്നെ ഞാൻ മനസ്സിലോർത്തു, ഇത് ഈ പരിപാടി പൊളിക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത് വന്നിരിക്കുക. രണ്ട് മിനിറ്റിനപ്പുറം ആരുടെയും സംഭാഷണങ്ങൾ പോയില്ല. ഇതൊരു ധൈര്യമാണല്ലേ, കാണാതെ ഒഴുകിക്കോളാം. സ്പിരിച്വൽ മെറ്റഫർ അല്ല കേട്ടോ. എവരി മാൻസ് പോസിബിലിറ്റി, പൊട്ടൻഷ്യൽ റിവാർഡ്. എൻ്റെ ഒരു അഞ്ചാമത്തത് ഒരു 6-7 സാധ്യതകളാണ്. ചെക്ക് ലിസ്റ്റാണ്. ഓരോ സൈഡിലും ഒരു ചതുരം കാണും, നിങ്ങൾക്ക് ടിക്കിടാൻ പറ്റും. ഒന്ന്, നിങ്ങളിപ്പോൾ ഒഴുകുന്നുണ്ടോ? അല്ല. ഒന്ന്, നിങ്ങൾ കുതിർന്ന മനുഷ്യരാണ്, അവിടെ കമ്പാഷൻ പേഴ്സൺ. വേറെ ഒന്നിലും കഥയില്ല. ഒരു അലുമിനിയം മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ ഒരു പ്രൊഫൈലോ സ്റ്റാറ്റസിലോ നിൽക്കുന്നവരെ എത്ര പേര് പഠിപ്പിച്ചിട്ടുണ്ടാവും? ഇപ്പൊ എത്തിയിരിക്കുന്ന പറഞ്ഞ 100 പേരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ, റിസർച്ചിനും ഒക്കെ ആയിട്ട്. എന്നിട്ട് എത്ര പേരെ നിങ്ങൾ തപ്പിക്കൊണ്ട് വരുന്നത്? എന്തായിരുന്നു അവരുടെ പ്രത്യേകത? അവരുടെ അക്കാഡമിക് എക്സലൻസ്? No, they were just compassionate. At the end of the day, വേറെ ഒന്നിനും മെരിറ്റ് ഇല്ല കേട്ടോ. നിങ്ങൾ കമ്പാഷനേറ്റ് പേഴ്സൺ ആണോ അല്ലേന്ന് മാത്രമേ ഉള്ളൂ. അതിനൊക്കെ എന്താ കഥയുള്ളത്? ഒന്നിനും ഒരു കഥയില്ല. പഠിച്ച ഏതെങ്കിലും കാര്യം എന്തെങ്കിലും സഹായിക്കുമെന്നോ അറിയത്തില്ല. ഇപ്പൊ ലസാവ് ഉത്സാവൊക്കെ പഠിച്ചിട്ടുണ്ട്. കണക്ക് പഠിച്ചതിനകത്തല്ല, കണക്കിൽ തോറ്റാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട് അല്ലേ, അയാളായിരിക്കും നിങ്ങൾ ഓർക്കാൻ പോകുന്നത് എന്ന് പറയുന്ന സംഭവമുണ്ട്. കമ്പാഷൻ എല്ലാത്തിനകത്തും അത്രേ ഉള്ളു. കാരണം 2, നിങ്ങൾ എങ്ങോട്ടാണ് നിങ്ങൾ സദാ ഒഴുകിക്കൊണ്ടിരിക്കാനുള്ളത്, നിലച്ചു പോകരുത്, സ്റ്റക്കായി പോകാതിരിക്കാൻ സാധിക്കും. നിങ്ങൾ കുട്ടികളൊക്കെ സ്റ്റക്കാണ്, വലിയ അളവിൽ സ്റ്റക്കാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. 3, നിങ്ങൾ എല്ലാത്തിനെയും സ്വീകരിക്കുമോ? വിളമ്പിയത് ഭക്ഷിക്കുക. 4, നിങ്ങൾ എല്ലാത്തിനെയും ശുദ്ധീകരിക്കുമോ? 5, നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ മനുഷ്യർക്ക് സമാധാനം കിട്ടുമോ? 6, എങ്ങോട്ടാണ് ഒഴുകുന്നത്? 7, നിങ്ങൾ നിങ്ങളുടെ കാലത്തിന്റെ ട്രാൻസെൻഡൻസ് നടത്തുന്നുണ്ടോ? അത് ബോധപൂർവമാണ് ഞാൻ ദൈവം എന്നൊക്കെയുള്ള വാക്ക് ഒഴിവാക്കുന്നത്. ചിലപ്പോൾ ആ പദങ്ങളോട് ഒരു നിരുന്മേഷതയുള്ള ഒത്തിരി പേരുണ്ടാവാം. പക്ഷെ ട്രാൻസെൻഡൻസ് ഉണ്ട്. ഇതിന് നീളവും വീതിയും മാത്രമുള്ള മനുഷ്യല്ലെന്നൊക്കെ പിടുത്തം കിട്ടുന്ന ഒരു സംഭവത്തെ വിളിക്കുന്ന വാക്കാണ് ഈ ട്രാൻസെൻഡൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടോ ഇല്ല എന്നുള്ളതാണ് 7ാമത്തെ. മരിച്ചവന്റെ നെഞ്ചിൽ നിന്ന് പിന്നെയും രക്തവും ജലവും ഒഴുകി, അയാൾക്ക് സ്തുതിയായിരിക്കട്ടെ. അതിപ്പോഴും ഇങ്ങനെ വലം ചുറ്റി ഒഴുകുന്നത് കൊണ്ടാണ് യേശു സ്നേഹിക്കുന്നൊക്കെ പറയുമ്പോൾ മനുഷ്യർക്ക് ഇത്രയും കരച്ചിൽ വരുന്നത്. കാരണം അത്രയും പരിക്കേറ്റ മനുഷ്യരാണ്, ഒറ്റമുറിവായി തീർന്ന മനുഷ്യരാണ്. അപ്പൊ ഈ ഒരു 7 സൂചനകൾ ഒന്നൊരു ചെക്ക് ലിസ്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സന്തോഷം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സത്യസന്ധമായിട്ട് തന്നെ അത് പറയാൻ പറ്റും, നിങ്ങളും ഒരു നദിയുടെ പേരാണ്.